ഓക്കെ, ഇത് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ചെയ്ത റിസൾട്ടാണ്. നമുക്ക് നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കൊഹിഷനും ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസും കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഗ്രാഫ് പേപ്പർ എടുക്കുക, തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഗ്രാഫിൽ വരച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതിന് ഗ്രാഫിൽ എക്സ് ആക്സിസിൽ നോർമൽ സ്ട്രെസ്, അത് സിഗ്മ എന്ന് പറയും. വൈ ആക്സിസിൽ ഷിയർ സ്ട്രെസ് ടോ എന്ന് പറയും. ഇത് രണ്ടും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിൽ, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ വെച്ചിട്ട് സ്യൂട്ടബിൾ ഒരു സ്കെയിലിൽ എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്ത് പോയിന്റ്സ് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന നോർമൽ സ്ട്രെസ് 15 ആണ്, അതിന് കറസ്പോണ്ടിങ് ഷിയർ സ്ട്രെസ് 18 ആണ്. അപ്പോൾ അത് ഗ്രാഫിൽ ആ 3 പോയിന്റ്സ് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാം. 15, 18, 30, 25, 40, 32. ആ 3 പോയിന്റ്സും ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. ആ സ്ട്രെയിറ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വൈ ആക്സിസിൽ ടച്ച് ചെയ്യുക. ഈ വൈ ആക്സിസിൻ്റെ ഈ വാല്യൂ, ഈ താഴേക്കുള്ള ഈ വെർട്ടിക്കൽ ഹൈറ്റ് ആണ് കൊഹിഷൻ. സ്കെയിൽ എത്രയാണോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുശേഷം ഇവിടെ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അത് ഈ ഇൻക്ലിനേഷൻ, ഈ ഇൻക്ലൈൻഡ് പോയിന്റ്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കുക. അതാണ് ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ്. ക്ലിയർ ആയോ? ഓക്കെ, വേഗം വരയ്ക്കുക, എത്ര കിട്ടുന്നത് നോക്കാം. ആംഗിൾ നമ്മൾ പ്രൊട്രാക്ടർ കൊണ്ട് അളന്നെടുക്കേണ്ടി വരുമോ? ആ, പ്രൊട്രാക്ടർ കൊണ്ട് അളക്കണം. പിന്നെ ഈ മൊഡ്യൂളിൽ പോകുമ്പോൾ കോമ്പസ് വേണം. ഓക്കെ, ഇതിനകത്തെ പ്രോബ്ലംസ് ഈ ടൈപ്പ് പ്രോബ്ലം ആണ് ചെയ്യിക്കണമെങ്കിൽ ഒരു കോമ്പസ്, പ്രൊട്രാക്ടർ, പിന്നെന്താ, കോമ്പസും പ്രൊട്രാക്ടറും നിർബന്ധമായും വേണം. പെൻസിൽ അത് അറിയാലോ. ഗ്രാഫ് പേപ്പർ നിങ്ങൾക്ക് തരും, നിങ്ങൾ ചോദിച്ചാൽ മതി ഇൻവിജിലേഷൻ നിൽക്കുന്ന ആളോട്. സെമി ലോഗിലൊന്നും കൊണ്ട് വരയ്ക്കരുത്, സാധാ ഗ്രാഫ് പേപ്പർ. ഇനി ഗ്രാഫ് പേപ്പർ ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പാൻസർ ഷീറ്റിൽ ഇതുപോലെ വരച്ചാൽ മതി. ഗ്രാഫ് പേപ്പറിൽ നിന്നാവുമ്പോൾ നമുക്ക് ആക്യുറേറ്റ് റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഗ്രാഫ് പേപ്പർ യൂസ് ചെയ്യാൻ പറയണേ. ഗ്രാഫ് യൂസ് ചെയ്യുന്നില്ല, സാധാരണ നിങ്ങളുടെ ബുക്ക്ലെറ്റ് തന്നെയാണ് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്കെയിൽ ചെയ്ത് തന്നെ വരയ്ക്കണം. ഗ്രാഫ് തരും, അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്റേഴ്സിനോട് ചോദിച്ചാൽ മതി, അവർ ഗ്രാഫ് തരും. ഏത് ഗ്രാഫാന്ന് പറഞ്ഞാൽ അവർ തരും.
കിട്ടിയോ? 11 25. ആ, ചെറിയ വേരിയേഷൻ വരും, അതിനനുസരിച്ച് ഒരു മാർക്ക് കിട്ടോളും. കോഫിഷ്യന്റ് ഇന്റർസെപ്റ്റിന് വലിയ വേരിയേഷൻ വരില്ല യൂഷ്വലി. ആംഗിളും 1 ഡിഗ്രി നമ്മൾ വരയ്ക്കുന്ന ആക്യുറസിക്ക് അനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ വരാം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ആംഗിൾ 25 മിസ് എഴുതിയത്. 26 ഇതിനകത്ത് 25 എഴുതേക്കണം. ആക്ച്വലി 25 ഇതിനകത്ത്. ഇതിന്റെ അടുത്ത് എഴുതിയപ്പോൾ മാറിപ്പോയതേക്കണായിരിക്കണം. 25 നിങ്ങൾക്ക് എത്രയാണോ മെഷർ ചെയ്ത് കിട്ടണം അത് എഴുതാം. 26 ഒരു രീതിയിലും കിട്ടണില്ല, കാരണം ഞാൻ നോക്കിട്ടെ 25 ആയിരിക്കും വരണം. 25 ആണ് വന്നത് ക്ലാസ്സിൽ ചെയ്യിച്ചപ്പോൾ 25 തന്നെ കിട്ടേക്കണേ. അതെ അതെ. 25 ഇട്ടാ പോരെ മിസ്സേ? 25 ഇട്ടാൽ മതി. ക്ലാസ് നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് നിങ്ങൾ അത് എഴുതി വെക്കുക. 25 ആണ് ക്ലാസ്സിൽ ചെയ്യിച്ചപ്പോഴും കിട്ടിയത്. ഇവിടെ ആൻസർ 25 മാർക്കാണ്. ഇവിടെ എടുത്ത് എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. എല്ലാരും ചെയ്തു കഴിഞ്ഞോ? അപ്പൊ ഇത്രയുള്ള ആൻസർ ഈ കോഷൻ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞതാണ് ഈ സി കോഹഷൻ. നമുക്ക് കിട്ടുന്ന ആ ഫെയിലിയർ ആണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. ഫെയിലിയർ പ്ലെയിൻ. ഓക്കെ, അതാണ് ഫെയിലിയർ ക്രൈറ്റീരിയ ആണ് ഇത്. അതിന്റെ താഴേക്കുള്ള ഈ വാല്യൂ ആണ് കോഹഷൻ. അതാണ് ശരിക്കും മോർ സർക്കിൾ മെത്തേഡിൽ പറയണേ, മോർ കൂളം തിയറിയിൽ പറയണേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അനാലിസിസ് ഗ്രാഫിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഇന്റർസെപ്റ്റ് വാല്യൂ ആണ് അതിന്റെ കോഹഷൻ എന്നും ഈ ഇൻക്ലിനേഷൻ ആണ് ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് എന്നുമാണ് പറയണത്. ഇത്രേ ഉള്ളൂ. ഇതൊരു 6 മാർക്ക് 7 മാർക്ക് ചോദിക്കാറുണ്ട്. 3 വാല്യൂലേ ഇതിനേക്കാളും കൂടുതൽ ഷിയർ സ്ട്രെസ് കിട്ടിയിട്ടുണ്ടല്ലോ. നോർമൽ ഷിയറും ഇപ്പം 45 32 15 18. അപ്പൊ അത് വെച്ചിട്ട് ഏറ്റവും മിനിമം എന്നതാണോ ഷിയർ സ്ട്രെസ് ആയിട്ട് നമ്മൾ എടുക്കണേ? അല്ല, കോഹഷൻ ആയിട്ട് എടുക്കുന്നത്. കോഹഷൻ ശരിക്കും മിനിമം വാല്യൂ അല്ലല്ലോ. അല്ല, ഇപ്പൊ ഇത് ഗ്രാഫ് നോക്കുമ്പോ അങ്ങനെയല്ലോ തന്നെ ഏറ്റവും കുറവ് ഷിയർ വാല്യൂ വരുന്നത്, ഷിയർ സ്ട്രെസ് വരുന്നത്. അതെ, അത് ശരിക്കും പറയണത് എന്താന്ന് വെച്ചാൽ നമ്മള് ഈ മോർ സർക്കിൾ മെത്തേഡിൽ ചെയ്യുമ്പം ഈ 3 പോയിന്റ്സ് നമുക്ക് പ്ലോട്ട് ചെയ്ത് കിട്ടണ അതിന്റെ ഫെയിലിയർ പ്ലെയിൻ ആണ് ശരിക്കും കിട്ടണേ. അപ്പൊ അതിലൊരു ക്രിട്ടിക്കൽ സെക്ഷൻ ആണ്. നമ്മൾ ഫെയിൽ ആവണമെങ്കിൽ ആ പോയിന്റിൽ മാക്സിമം ഷിയർ സ്ട്രെസ്സും മാക്സിമം നോർമൽ സ്ട്രെസ്സും ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ ആ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് വെച്ചേക്കണെയാണ് അവർ ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ നിന്നുള്ള കണക്ഷൻ വെച്ചിട്ടാണ് ഈ കട്ടുന്ന ഇന്റർസെപ്റ്റ് ആണെന്ന് പറയുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ സ്ട്രെസ് വാല്യൂ മിനിമം, ഷിയർ സ്ട്രെസ് കൂടുതലും ആയിരിക്കും എന്നൊരു കൺസെപ്റ്റ് നമുക്ക് പറയാൻ വേണമെങ്കിൽ. ശരിക്കും കോഹഷൻ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിൽ നോർമൽ സ്ട്രെസ്സിന്റെ ഇൻഫ്ലുവൻസ് ഇല്ല. നമ്മൾ ആ ഇക്വേഷനൊന്നും ഡെറിവേഷൻ പഠിക്കണില്ല. നമ്മൾ ഷിയർ സ്ട്രെങ്ത് കാണാൻ ശരിക്കും യൂസ് ചെയ്യുന്ന ഇക്വേഷൻ C + സിഗ്മ ടാൻ ഫൈ ആണ്. അതിൽ ഈ കോഹിഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്ടറിനെയും, അതായത് ആംഗിൾ ഓഫ് ഷിയറിങ്ങിനെയോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമല്ല. സോയിലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും എന്ത് കോഹിഷൻ. പക്ഷെ നോർമൽ സ്ട്രെസ് അങ്ങനെയല്ല. ആംഗിള് ഷിയറിങ് എങ്ങനെയാണോ സംഭവിക്കുന്നത് അവിടെ ഷിയർ സ്ട്രെസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസിന് ഓരോ നോർമൽ സ്ട്രെസ് ആയിരിക്കും. ശരിക്കും ഈ ഇക്വേഷനും വച്ചിട്ടാണ് ഈ മോർ സർക്കിൾ ആ ഇന്റർസെപ്റ്റ് ആയിട്ട് പറയണത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് പ്രോബ്ലംസ് ചോദിച്ചാൽ ചെയ്യാൻ ഇതാട്ടെ എളുപ്പം. ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അടുത്തത് ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഞാൻ പറയാം. The following results were obtained from the series of consolidated undrained tests on a soil in which pore water pressure was not determined. Determine the cohesion, intercept and the angle of shearing resistance.
എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതി. ഓക്കെ. ഇതില് ഒരു ടെസ്റ്റ് റിസൾട്ടാണ് തന്നിരിക്കണേ. കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പോർ വാട്ടർ പ്രഷർ അവർ അതിനകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോഫിഷ്യനും ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 3 സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിലെ കൺഫൈനിങ് പ്രഷറും ഡീവിയേറ്റർ സ്ട്രെസ്സും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൺഫൈനിങ് പ്രഷറും ഡീവിയേറ്റർ സ്ട്രെസ്സും തന്നാൽ അത് ഏത് ടെസ്റ്റ് ആയിരിക്കും ചെയ്തിരിക്കണേ? നമുക്ക് 2 പ്രഷർ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്, റിസൾട്ടായിട്ട് തന്നിരിക്കുന്നത്, സാമ്പിൾ ടെസ്റ്റ് ചെയ്ത്. കൺഫൈനിങ് പ്രഷറും ഡീവിയേറ്റർ സ്ട്രെസ്സും. ഈ 2 പ്രഷറും നമ്മൾ ഏത് ടെസ്റ്റിലാണ് ചെയ്യുന്നത്? കൺഫൈനിങ് പ്രഷർ എന്ന് പറയുന്ന ടേമും ഡീവിയേറ്റർ സ്ട്രെസ് എന്ന് പറയുന്ന സാധനവും നമ്മൾ ഒരു ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 4 എക്സ്പെരിമെൻ്റ് പഠിച്ചതിൽ ഒരെണ്ണത്തിൽ അത് നമ്മൾ പറയുന്നുണ്ട്. അതേതാണ്? ട്രൈആക്സിയൽ ആണോ മിസ്? ട്രൈആക്സിയൽ അല്ലേ? നിങ്ങൾ നോട്ട് നോക്കോ. ട്രൈആക്സിയലിലാണ് നമ്മൾ എന്ത് പറയാ? കൺഫൈനിങ് പ്രഷറും ഡീവിയേറ്റർ സ്ട്രെസ്സും. ഇനി എൻ്റെ ചോദ്യം, കൺഫൈനിങ് പ്രഷർ എന്താണ്? കൺഫൈനിങ് പ്രഷർ നമുക്ക് തന്നാൽ എന്തായിട്ട് എടുക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. കൺഫൈനിങ് പ്രഷർ തന്നാൽ അതെന്തായിട്ട് എടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ട്രൈആക്സിയലാണ്, ശരിയാണ്. ട്രൈആക്സിയലിൽ നമ്മൾ പറഞ്ഞു കൺഫൈനിങ് പ്രഷറും ഡീവിയേറ്റർ സ്ട്രെസ്സും കിട്ടും. അതിൽ കൺഫൈനിങ് പ്രഷറും ഡീവിയേറ്റർ സ്ട്രെസ്സും അറിയാമെങ്കിൽ നമുക്ക് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ കൺഫൈനിങ് സ്ട്രെസ് തന്നാൽ അത് എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം? നോർമൽ സ്ട്രെസ് ആണോ? നോർമൽ സ്ട്രെസ് ആണ്. ഇതെന്താ ശരിക്കും? ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം നമുക്കുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ്സുകളാണ്. ഓക്കെ, ഇതിനകത്ത് ഷിയർ വാല്യൂ ഉണ്ടോ? ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും? ഈ ക്വസ്റ്റ്യനിലെ ആൻസറിൽ സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത് കൺഫൈനിങ് പ്രഷറും ഡീവിയേറ്റർ സ്ട്രെസ്സും ആണ്. അതിനർത്ഥം ഇതിൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുന്നില്ല. ഷിയർ സ്ട്രെസ് 0 ആയിട്ടുള്ള പ്ലെയിനിലാണ് ഇത് റിസൾട്ട് കിട്ടിയേക്കണേ, ഷിയർ സ്ട്രെസ് തരാത്ത സ്ഥിതിക്ക്. അപ്പം നമുക്ക് കൺഫൈനിങ് പ്രഷർ തന്നാൽ നമ്മൾ യൂഷ്വലി ആ കൺഫൈനിങ് പ്രഷറിനെ എന്തായിട്ട് എടുക്കണം എന്നാണ് ഞാൻ ആ നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആയിട്ട് വേണം നമ്മൾ ഒരു കൺഫൈനിങ് പ്രഷർ തന്നാൽ ആ വാല്യൂ നമ്മൾ എടുക്കാൻ. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കൺഫൈനിങ് പ്രഷറിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണെന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ കൺഫൈനിങ് പ്രഷർ എന്ന് പറയാട്ടോ, എന്നിട്ട് എഴുതിയാൽ മതി. അത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്. അതെന്ന് പറയുന്നത് σ3 ആയിരിക്കും. ഇനി ഡീവിയേറ്റർ സ്ട്രെസ് ഉണ്ട്, അതിൻ്റെ നൊട്ടേഷൻ σd ആണ്. അപ്പം മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഡീവിയേറ്റർ സ്ട്രെസ്സും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? σ1 മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് കാണാം. എങ്ങനെ കാണാം? σ1 വിൽ ബി ഈക്വൽ ടു σ3 പ്ലസ് σd ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലം കണ്ടിട്ട് അതെന്ത് ടൈപ്പ് ടെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഡയറക്റ്റ് ഷിയർ ആണെങ്കിൽ ഡയറക്റ്റ് ഷിയറിന് പ്രത്യേകം എടുത്ത് പറയും. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ മാത്രമാണ് റിസൾട്ടിനകത്ത് നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും തരികയുള്ളൂ. ബാക്കി എല്ലായിടത്തും ഇതുപോലെ കൺഫൈനിങ് പ്രഷറും അല്ലെങ്കിൽ ഡീവിയേറ്റർ സ്ട്രെസ്സും ആയിരിക്കും തരുന്നത്, പ്രത്യേകിച്ച് ട്രൈആക്സിയലും അൺകൺഫൈൻഡിലും. ഓക്കെ, ഇനി നമ്മൾ ആ ടേബിള് ഒന്നോടെ എടുത്ത് വരയ്ക്കുക. ആ ടേബിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ആ ടേബിൾ വരയ്ക്കുക, 4 കോളം തന്നെ വരയ്ക്കുക. ഇതുപോലെ
സീരിയൽ നമ്പർ, തന്നിരിക്കുന്ന കൺഫൈനിങ് പ്രഷർ ഓർ മിനിമം മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് എഴുതുക, സിഗ്മ 3 എന്ന് ഡിനോട്ട് ചെയ്യുക. ഡീവിയേറ്റർ സ്ട്രെസ് അതുപോലെ തന്നെ എഴുതുക, സിഗ്മ ഡി എന്ന് കൊടുക്കുക. നാലാമത്തെ കോളം വരയ്ക്കുക, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1 വിൽ ബി ഈക്വൽ ടു സിഗ്മ 3 പ്ലസ് സിഗ്മ ഡി. അപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതുപോലെ എടുത്തെഴുതുക. ഒരു ടേബിളും കൂടെ നമ്മൾ ആഡ് ചെയ്യണം, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന കൺഫൈനിങ് പ്രഷർ അത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്, അത് സിഗ്മ 3 എന്ന് എടുക്കുന്നു. ഡീവിയേറ്റർ സ്ട്രെസ് സിഗ്മ ഡി അറിയാം, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് ചെയ്യുക? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കുക. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തേ, എന്നിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറയാം. ടേബിൾ വരച്ചോ? ടേബിൾ വരച്ചോ? ടേബിൾ വരച്ചു. ഓക്കെ, ഓക്കെ മിസ്. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. നിങ്ങൾ ഗ്രാഫ് പേപ്പർ എടുക്കുക. ഗ്രാഫ് പേപ്പറിൽ എക്സ് ആക്സിസിൽ നോർമൽ സിസ്റ്റം. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പം എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എക്സ് ആക്സിസിൽ നോർമൽ സ്ട്രെസ്സും വൈ ആക്സിസിൽ ഷിയർ സ്ട്രെസ്സും ആണ്. എക്സ് ആക്സിസിൽ നോർമൽ സ്ട്രെസ്സും വൈ ആക്സിസിൽ ഷിയർ സ്ട്രെസ്സും ആണ്. ഓക്കെ, ഇതിന് നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോർ സർക്കിൾ വരച്ചാണ് നമ്മൾ ഇതിൻ്റെ സിയുടെ വാല്യൂവും ഫൈയുടെ വാല്യൂവും നമ്മൾ കണ്ടുപിടിക്കുന്നത്. മോർ സർക്കിൾ വരച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എക്സ് ആക്സിസിൽ സിഗ്മ മാർക്ക് ചെയ്യാം. നമുക്കിവിടെ സിഗ്മയുടെ വാല്യൂ വന്നിരിക്കുന്നത് സിഗ്മ 1 ഉണ്ട്, സിഗ്മ 3 ഉണ്ട്. അതിൻ്റെ റേഞ്ച് നോക്കിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കെയില് എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ വൈ ആക്സിസിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കെയില് വരയ്ക്കുക. 100, 200, 300 അങ്ങനെ വരച്ചോ രണ്ട് ആക്സിസിലും. അതൊരു 1170 വരെ നമുക്ക് സിഗ്മ 1 മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു 1200 വരെ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുക. 100 തൊട്ട് 0 to 100 തൊട്ട്. വൈ ആക്സിസിലും അതുപോലെ തന്നെ ഒരു 500 700 ഒക്കെ വരെ മാർക്ക് ചെയ്യാം. അത് മാർക്ക് ചെയ്തിട്ട് പറ, എന്നിട്ട് ഞാൻ
വരച്ചോ? എക്സ് ആക്സിസും വൈ ആക്സിസും. വരച്ചു. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് സിഗ്മ 1ഉം സിഗ്മ 3യും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, സിഗ്മ 1 3 വാല്യൂസും ഉണ്ട്, സിഗ്മ 3 3 വാല്യൂസും ഉണ്ട് ഇല്ലേ? നമ്മുടെ ടേബിളിൽ സിഗ്മ 1 ഉണ്ട്, സിഗ്മ 3 ഉണ്ട്, അത് 3 സാമ്പിളിൻ്റെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ സ്കെയിൽ ചെയ്ത് മാർക്ക് ചെയ്ത് വച്ചതിൽ ഈ നോർമൽ സ്ട്രെസ് ഇല്ലേ, അതിൽ ഈ സിഗ്മ 3 100 പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാം. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് സിഗ്മ 1 എത്രയാണ്? 700 ആണ്. അതും നമ്മൾ ജസ്റ്റ് ഇവിടെ ഇത് 700 ആണ്, ഇത് 100 ആണ്. ഓക്കെ, അപ്പോൾ ആ 2 പോയിന്റും ഒന്ന് ലൊക്കേറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ എക്സാക്ട് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക. അതിനുശേഷം കോമ്പസ് ആ സെൻറ്ററിൽ വയ്ക്കുക. ഇത് രണ്ടും ജോയിൻ ചെയ്തൊരു മോർ സർക്കിൾ വരയ്ക്കുക. അതായത് ഇത് റേഡിയസ് ആക്കിക്കൊണ്ട് ഒരു മോർ സർക്കിൾ വരയ്ക്കുക. ഡയമീറ്റർ എന്ന് പറയുന്നത് 600 ആയിരിക്കണം. 100നും 700നും ഇടയിൽ കിട്ടുന്ന ആ ഒരു ലെങ്ത് ആയിരിക്കണം അതിൻ്റെ ഡയമീറ്റർ. അങ്ങനെ ഒരു മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. ക്ലിയർ ആയോ? ആദ്യത്തെ സാമ്പിൾ എടുക്കുക, അതിൻ്റെ സിഗ്മ 3 എത്രയാന്ന് നോക്കുക, അത് ലൊക്കേറ്റ് ചെയ്യുക. അതിൻ്റെ തന്നെ സിഗ്മ 1 മേജർ സ്ട്രെസ് എത്രയാന്ന് നോക്കുക, അതും പോയിന്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ എക്സാക്ട് സെൻറ്റർ സി ലൊക്കേറ്റ് ചെയ്യുക. ആ സെൻറ്ററിൽ നിന്ന് ഒരു മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഒരു സൈഡ് 100ലും ഒരു സൈഡ് 700ലും ആയിരിക്കണം. വരച്ചോ? കോമ്പസ് ഉണ്ടോ? വീട്ടിൽ കുട്ടികളുടെ ആരുടെയെങ്കിലും ഒക്കെ കോമ്പസ് ഉണ്ടാവില്ലേ? കോമ്പസ് ഉള്ളവർ വരയ്ക്കുക, ഇല്ലെങ്കിൽ വരയ്ക്കണ മെത്തേഡ് ഇതാണ്. അതിനുശേഷം രണ്ടാമത്തെ സാമ്പിളിൻ്റെ സിഗ്മ 1ഉം സിഗ്മ 3യും നോക്കുക. അത് വെച്ചിട്ട് മോർ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത്തെ സാമ്പിളിൻ്റെയും പോയിന്റ് നോക്കിയിട്ട് മോർ സർക്കിൾ ഈ പറഞ്ഞ പോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്യുക. 3 മോർ സർക്കിൾസ് കിട്ടും. വരച്ചോ മോർ സർക്കിള്? പറഞ്ഞത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? മോർ സർക്കിൾ 3 എണ്ണം ഉണ്ടോ മിസ്? 3 എണ്ണം വരയ്ക്കണം. ആദ്യത്തെ 100 700, രണ്ടാമത്തെ 200 950 വെച്ചിട്ട്, മൂന്നാമത്തെ 300 1170 വെച്ചിട്ട്.
കുറച്ചുകൂടെ കോമൺ ടാൻജന്റ് പോലെ വന്നെങ്കിൽ ഒക്കണില്ലോ. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കോമൺ ടാൻജന്റ് വരയ്ക്കണം. രണ്ടെണ്ണം മതിയായിരുന്നു. ഏ? രണ്ടെണ്ണം മതിയായിരുന്നു. പോരാ, 3 സർക്കിളേയും ടച്ച് ചെയ്യണ ടാൻജന്റ് വരയ്ക്കണം. അങ്ങനെ തന്നെ വരയ്ക്കണം. പരീക്ഷണമായി. ആ, അതാണൊരു പരീക്ഷണാണ്. 3 മോർ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഈ 3 സർക്കിളിനെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു കോമൺ ടാൻജന്റ് വരയ്ക്കുക. ആ കോമൺ ടാൻജന്റ് y ആക്സിസിലേക്ക് ടച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ 3 സർക്കിൾ കിട്ടും. ഇത് ഒരെണ്ണം, രണ്ടാമത്തെ ഇങ്ങനെ ഒരെണ്ണം കിട്ടും, മൂന്നാമത്തെ ഇങ്ങനെ ഒരെണ്ണം കിട്ടും. എന്നിട്ട് ഈ 3 സർക്കിളിനും കൂടെ കോമൺ ആയിട്ട് ഒരു ടാൻജന്റ് വരയ്ക്കുക. അത് എത്ര ഇൻക്ലിനേഷനിലാണ് ഇരിക്കണേന്ന് നോക്കുക. അതാണ് ഫൈ. ഈ കിട്ടുന്ന ഇന്റർസെപ്റ്റ് ആണ് സി. കാര്യം ഭയങ്കര സിമ്പിളാ, പക്ഷെ കോമൺ ടാൻജന്റ് വരയ്ക്കാൻ ഇച്ചിരി പാടാ. കിട്ടിയോ? കോഫിഷ്യന്റെ വാല്യൂ, ഫൈയുടെ വാല്യൂ. ഈ ഗ്രാഫ് വരയ്ക്കാൻ ഈ ഡീവിയേറ്റർ സ്ട്രെസ്സിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ആ, അതുകൊണ്ടല്ലേ നമുക്ക് സിഗ്മ 1 കിട്ടിയേ. അല്ല, അത് മാത്രമല്ലേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഡീവിയേറ്റർ സ്ട്രെസ് ശരിക്കും അങ്ങതിനാണ്. ഒപ്പിച്ചു എന്ന് പറയാം. അതിപ്പോ ആൻസർ കിട്ടിയതുകൊണ്ട്. കോമൺ ടാൻജന്റ് വരച്ച് ചെയ്യണേ. അതങ്ങനെ തന്നെ വരയ്ക്കണം. എല്ലാവർക്കും കിട്ടിയോ? കോമ്പസിന്റെ ഒരു സൂചന നേരത്തെ കിട്ടുണ്ടായിരുന്നു. അയ്യോ, വെരി സോറി, ഞാനത് മറന്നുപോയി പറയാൻ. ഗ്രാഫിന്റെ കാര്യം ഓർത്തു. വെരി സോറി. കോമ്പസ് വേണം അത് വരയ്ക്കാൻ, ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. 150 കിട്ടിയോ കോഫിഷ്യൻ? ഫൈയുടെ വാല്യൂ 25 ആണോ? 25, 24, 25 ആ റേഞ്ച് കിട്ടും. അത് 24 തന്നെ കിട്ടി. ഒപ്പിച്ചു. ആൻസർ യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
ആൻസർ മാത്രം തന്നിരുന്നാൽ മതി, പിന്നെ ഞങ്ങൾ ഒപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ടോ? എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഇതെന്താ നീങ്ങാത്ത? ഓക്കെ, ഇനി ഇതേ സെയിം ക്വസ്റ്റ്യൻ, ഇതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് വരണ ഇനി ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പോർ വാട്ടർ പ്രഷർ മെഷർ ചെയ്യും. ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യനിൽ പോർ വാട്ടർ പ്രഷർ മെഷർ ചെയ്തില്ലായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ പറയാം. ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് നിർബന്ധമായി ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം നമ്മൾ ആ ഗ്രാഫിൽ സിയുടെ വാല്യൂ എത്രയാണ് ഗ്രാഫിൽ കിട്ടിയെന്ന് ഗ്രാഫിൽ മാർക്ക് ചെയ്യുക. ഫൈയുടെ വാല്യൂ എത്രയാണെന്ന് ആ ഗ്രാഫിൽ ഇപ്പൊ ആൻസറിൽ കാണിച്ചേക്കണോ അല്ല ഗ്രാഫിൽ കാണിച്ചേക്കണോ തന്നെ കാണിക്കുക. എന്നിട്ട് താഴെ ആൻസർ ഷീറ്റിൽ എടുത്തു വരയ്ക്കുക. കോഹഷൻ സി ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് കോഹഷൻ സി ഈസ് ഈക്വൽ ടു ഇത്രയാണ്, ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ഫൈ ഈക്വൽ ടു ഇത്രയാണെന്ന് താഴെ എടുത്തെഴുതണം. ഇതുപോലെ കോമൺ ടാൻജന്റ് വരച്ചു, അതിൽ നിന്ന് പ്ലോട്ട് ചെയ്തു. പ്ലോട്ട് ചെയ്തതിൽ നിന്ന് സിയുടെ വാല്യൂ ഇത്രയാണ്, ഫൈയുടെ വാല്യൂ ഇത്രയാണ് എടുത്തെഴുതണം. ഇതിൽ കാണിക്കണം. ഗ്രാഫിൽ സ്കെയിൽ ഉണ്ടായിരിക്കണം, എക്സ് ആക്സിൽ സിഗ്മ ഉണ്ടായിരിക്കണം, അതിൻ്റെ യൂണിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വൈ ആക്സിസിൽ ഷിയർ സ്ട്രെസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ യൂണിറ്റ് ഉണ്ടായിരിക്കണം. ഈ ആംഗിൾ ഇവിടെ മെഷർ ചെയ്ത് എഴുതണം. ഈ സിയുടെ ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ എഴുതണം. സ്കെയിൽ അനുസരിച്ച് അത് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ ആൻസറും സെപ്പറേറ്റ് എടുത്തെഴുതണം. ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പം നിങ്ങൾ ഗ്രാഫ് പേപ്പർ വച്ച് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഗ്രാഫ് പേപ്പർ ഒരിക്കലും പേപ്പറിൻ്റെ അവസാനം തുളച്ച് കയറ്റി പഞ്ച് ചെയ്ത് വെക്കരുത്. കീറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഗ്രാഫ് പേപ്പർ നിങ്ങളുടെ ആൻസർ ഷീറ്റിനകത്ത് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് എവിടെയാണോ അവിടെ തന്നെ മാക്സിമം കയറ്റിയിട്ട് തന്നെ പഞ്ച് ചെയ്ത് വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പം പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുമ്പോൾ അത് കീറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ആൻസർ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഗ്രാഫ് പേപ്പർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ ഏതിൽ എഴുതും? ഗ്രാഫ് പേപ്പറിലും എഴുതണം, ബുക്ക്ലെറ്റിലും എഴുതണം. ബുക്ക്ലെറ്റിൽ ഇത് എടുത്തെഴുതുമ്പോ ഈ നിസാര വാചകം മാത്രമുള്ള അത് ഈ പ്രൊസീജിയർ എഴുതണോ? ഒന്നും എഴുതണ്ട, പ്രൊസീജിയർ ഒന്നും എഴുതണ്ട. നിങ്ങൾ ഗ്രാഫിലല്ലേ വരയ്ക്കണേ, ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക. ആ ഗ്രാഫ് അതിന്റെ ആ പേജിനോട് ചേർന്ന് തന്നെ. ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ എഴുതണമെന്ന് വിചാരിച്ചോ. അപ്പൊ റൈറ്റ് സൈഡിൽ ഇപ്പൊ ആ ടോപ്പിലോ അല്ലെങ്കിൽ താഴെ എവിടെയെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആ പേജിൽ തന്നെ ആ ഗ്രാഫ് പേപ്പർ വെച്ചിട്ട് പഞ്ച് ചെയ്യുക, തുളച്ച് ടോയിൻ കെട്ടുക. ഓക്കെ, ബാക്കിൽ കെട്ടരുത്. ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ അത് കീറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ബുക്ക്ലെറ്റിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ആൻസർ എഴുതണം, ഗ്രാഫ് പേപ്പറിലും ക്വസ്റ്റ്യൻ നമ്പർ ഇടണം നിർബന്ധമായും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എഴുതുക. ഇത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇതിൽ പോർ വാട്ടർ പ്രഷർ മെഷർ ചെയ്തിട്ടുണ്ട്, ആ വാല്യൂ തന്നിട്ടുണ്ട്. S1ന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഞാനൊരു എക്സൽ ഇട്ട് തരാം. ആ എക്സലിനകത്ത് ഉണ്ടല്ലോ പെർസെൻറ്റേജ് ഉണ്ട്. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണോ നോക്കിയിട്ട് എന്നെ പിള്ളേരോടും ചോദിച്ചിട്ട് എന്നെ ഇപ്പൊ തന്നെ ഇൻഫോം ചെയ്യണം. ഓക്കെ, നൂർജഹാൻ മിസ്സിന്റെ ഇട്ടേക്കണം. അതിനകത്തുണ്ടല്ലോ എണ്ണം, ഓൾ പാസ് എത്രയാണ്, ടോട്ടൽ എഴുതി എത്രയാണ്, അത്രയും പെർസെൻറ്റേജ് മാത്രം മതി എനിക്ക് തൽക്കാലം. സബ്ജക്ട് വൈസ് ഇപ്പൊ വേണ്ട, VT ലാബിൽ നിന്ന് ചെയ്യാം. ഓൾ പാസ് എണ്ണം, ടോട്ടൽ എത്ര പേര് എഴുതി, പാസ്സായവർ ഓൾ പാസ് ആയത് എത്ര. ക്വസ്റ്റ്യൻ എഴുതിയോ?
ക്വസ്റ്റ്യൻ എഴുതിയോ? ഇപ്പൊ തീരും. എഴുതിയില്ലേ? ഇച്ചിരി ഉള്ളൂ. ആ ഓക്കെ ഓക്കെ. ഞാൻ ക്ലാസ്സിലാണല്ലോ, അച്ഛനെ വിളിക്കോ? ഓക്കെ. ഹലോ. കഴിഞ്ഞു. ഓക്കെ. ഇത് ക്വസ്റ്റ്യൻ വായിക്കാം. എ സീരീസ് ഓഫ് കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ട്രയാക്സിയൽ ടെസ്റ്റ് വാസ് കണ്ടക്ടഡ് ഓൺ ആൻ ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ. ദ ഫോളോയിങ് റിസൾട്ട് വെയർ ഒബ്റ്റൈൻഡ്. ട്രയാക്സിയൽ തന്നെയാണ്, പക്ഷെ അതിനകത്ത് സെൽ പ്രഷറും തന്നു, ഡീവിയേറ്റഡ് പ്രഷറും തന്നു, പോർ വാട്ടർ പ്രഷറും കൂടെ അവർ മെഷർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഡിഫറൻസ് അതാണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കണം പ്ലോട്ട് ദി സ്ട്രെങ്ത് എൻവലപ്പ്. സ്ട്രെങ്ത് എൻവലപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വരച്ച മോർ സർക്കിൾ, ആ ഫെയിലിയർ പ്ലെയിൻ വരയ്ക്കുന്ന, ആ ഡയഗ്രാം വരയ്ക്കുന്ന ആ ഒരു ഗ്രാഫ്, അതാണ് ഉദ്ദേശിക്കണേ. അത് എന്തൊക്കെ വരയ്ക്കണം? ഇൻ ടേംസ് ഓഫ് ടോട്ടൽ സ്ട്രെസ്സും ഇഫക്റ്റീവ് സ്ട്രെസ്സും വരയ്ക്കണം. ആൻഡ് ഹെൻസ് ഫൈൻഡ് ദി ഷിയർ പാരാമീറ്റേഴ്സ്. അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ σ3 ആണ് സെൽ പ്രഷർ, ഡീവിയേറ്റഡ് സ്ട്രെസ്സും അറിയാം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് σ1 കിട്ടും. അപ്പം σ1ഉം σ3യും വെച്ചിട്ടുള്ള മോർ സർക്കിൾ വരച്ച് ഗ്രാഫ് വരയ്ക്കണം. അതുപോലെ തന്നെ എഫക്റ്റീവ് സ്ട്രെസ് ചോദിച്ചിട്ടുണ്ട്. എഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെയാ കാണണേ? മേജർ സ്ട്രെസ്സും മൈനർ സ്ട്രെസ്സും സിഗ്മയുടെ വാല്യൂ അറിയാമെങ്കിൽ അതിൽ നിന്ന് ഇഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ അറിയാം. പോർ വാട്ടർ കുറയ്ക്കുക. അപ്പം പോർ വാട്ടർ കുറച്ചിട്ടുള്ള മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും കാണുക. അതായത് σ1 ബാറും σ3 ബാറും കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ σ1 ബാറും σ3 ബാറും വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? വീണ്ടും മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. 3 എണ്ണം ഇൻക്ലൈൻ ചെയ്ത് കോമൺ ടാൻജന്റ് വരയ്ക്കുക, സോൾവ് ചെയ്യുക. അപ്പം താഴെ ടേബിൾ വരയ്ക്കുക. ടേബിൾ വരയ്ക്കുമ്പം ഇങ്ങനെ σ1ഉം സിഗ്മ സെൽ പ്രഷർ എന്ന് പറയുന്ന σ3 ആയിട്ട് എഴുതാം. ഡീവിയേറ്റഡ് സ്ട്രെസ് തന്നിട്ടുണ്ട് σd. എന്നിട്ട് എന്ത് ചെയ്യുക? അത് രണ്ടും വെച്ചിട്ട് σ1 കണ്ടുപിടിക്കുക. അതാണ് ഈ എഴുതിയേക്കണേ. σ1 പ്ലസ് σ3 പ്ലസ് σd, അതാണ് σ1. ഓക്കെ. ദെൻ പോർ വാട്ടർ പ്രഷർ തന്നിട്ടുണ്ട്, അത് അതുപോലെ തന്നെ എടുത്തെഴുതാം. അതിനുശേഷം σ1 ബാർ എന്ന് പറഞ്ഞാൽ ഈ σ1ൽ നിന്ന് പോർ വാട്ടർ പ്രഷർ കുറച്ചിട്ട് എഴുതാം. ഓക്കെ. ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ ആ സൈൻ ഇട്ട് കൊടുത്ത് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ σ3 ബാർ, σ3യിൽ നിന്ന് പോർ വാട്ടർ പ്രഷർ കുറയ്ക്കുക, അത് ഇവിടെ എഴുതാം. അങ്ങനെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഗ്രാഫ് വരയ്ക്കണം. കാണിച്ചു തരാം. ആദ്യത്തെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ ടോട്ടൽ സ്ട്രെസ് ആയിരിക്കണം, വൈ ആക്സിസിൽ ഷിയർ സ്ട്രെസ്. അപ്പം നമ്മൾ എടുക്കേണ്ടത് σ1ഉം σ3യും വെച്ചിട്ട് വേണം 3 മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ. ദെൻ കോമൺ ടാൻജന്റ് വരച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ. രണ്ടാമത് ഒരു ഗ്രാഫും കൂടെ വരയ്ക്കണം. അതിൽ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യേണ്ടത് ഇഫക്റ്റീവ് സ്ട്രെസ് ആണ്. അതായത് σ1 ബാറും σ3 ബാറും എടുത്തിട്ട് വേണം 3 മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ. എന്നിട്ട് സിയുടെ വാല്യൂ ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ക്ലിയർ ആയോ? ആദ്യം ഒരു കാര്യം ചെയ്യേ, ഈ ടേബിൾ മനസ്സിലായോ? ടേബിൾ മനസ്സിലായി. അപ്പൊ ആ ടേബിൾ ആദ്യം വരയ്ക്കുക.
എന്നിട്ട് നിങ്ങൾ ആദ്യത്തെ ഗ്രാഫ് വരയ്ക്കേണ്ടത് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണേ ഫൈൻഡ് ദി സ്ട്രെങ്ത് എൻവലപ്പ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ സ്ട്രെസ് ആണ്. ടോട്ടൽ സ്ട്രെസ്സിൽ സാധാരണ തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം, സിഗ്മ 1ഉം സിഗ്മ 3യും കൺസിഡർ ചെയ്തുകൊണ്ട് 3 മോർ സർക്കിൾ വരയ്ക്കുക, കോമൺ ടാൻജൻറ്റ് വരയ്ക്കുക, സിയും ഫൈയും മെഷർ ചെയ്യുക. അടുത്തത് ചോദിച്ചേക്കണേ പ്ലോട്ട് ദി സ്ട്രെങ്ത് എൻവലപ്പ് ഇൻ ടേംസ് ഓഫ് ഇഫക്റ്റീവ് സ്ട്രെസ് ആണ്. ഇഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുമ്പം രണ്ടാമതൊരു ഗ്രാഫിൽ സിഗ്മ 1 ബാറും സിഗ്മ 3 ബാറും വച്ചിട്ട് 3 മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുക, കോമൺ ടാൻജൻറ്റ് വരയ്ക്കുക, സിയും ഫൈയും മെഷർ ചെയ്യുക. ഓക്കെ, വേഗം ചെയ്തോ. ഇതൊക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഷെയ്ന മിസ് എടുക്കുമെന്ന് പറഞ്ഞു. മിസ് എടുക്കുന്നില്ല കേട്ടോ ക്ലാസ്. മിസ് പറഞ്ഞായിരുന്നോ? ഹലോ, ചിലപ്പോ എടുക്കാന്നാണല്ലോ പറഞ്ഞത്. മിസ് എന്നോട് എടുക്കുമെന്ന് ചോദിച്ചല്ലോ. മിസ് എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നിർത്താം. ഒരു 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. മിസ് എടുക്കുന്നില്ല, എന്നോട് എടുത്തോളാൻ പറഞ്ഞിരുന്നേ. ഞാൻ ഒന്ന് ചോദിച്ചിട്ട് പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ 2 പ്രോബ്ലം കൂടെ തീർത്തിട്ട് ഈ മൊഡ്യൂൾ വൈൻഡ് ചെയ്യുക. പിന്നെ സ്പീഡി സർക്കിളും ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡും ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് തരാം, തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ. അപ്പം മനസ്സിലായില്ല എന്ന് പറഞ്ഞില്ല, അത് ഞാൻ എൻ്റെ വോയിസിൽ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് റെക്കോർഡ് ചെയ്തിട്ട് തരാം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണമെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഒരു ഡേറ്റ്, ഈ ലാബ് എക്സാം ഒക്കെ കഴിഞ്ഞ് എപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ദിവസം ഫുൾ ഒരു 7 ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമോ? ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇട്ടിട്ടുണ്ട്. എന്നാ ഇട്ടേക്കണേ? അയ്യോ, എന്നാ ഇട്ടേക്കണെന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും സ്കീമും ഇതുവരെ കഴിഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും സ്കീമും നോക്കാം. ഇല്ലെങ്കിൽ ഒന്നുകൂടെ സെൻഡ് ചെയ്തോണ്ട് ചെയ്യാം. എനിക്ക് ആ ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ വേണം ഒന്നുകൂടെ റീസെൻഡ് ചെയ്ത് തരാം. അല്ല, ഒന്ന് റീസെൻഡ് ചെയ്തിട്ട് തരാം മിസ്. മാർച്ച് 13 ഇട്ടേക്കണയാണ്. അപ്പൊ പിന്നെ ഉണ്ടാവും, നോക്കാം ഗ്രൂപ്പിലേക്ക്. ഓക്കെ. ഒരു സാധനം പിന്നെ ഷെയർ ചെയ്യുമ്പോഴേ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും ഫോണിന് പ്രശ്നം വരുമല്ലോ. ഒരുപാട് ഗ്രൂപ്പ്, ഒരുപാട് ഡേറ്റ. ഒന്നുകൂടെ ഷെയർ ചെയ്ത് തരാൻ നോക്കിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ പറയാൻ വന്ന ഇതാണ്, ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ എക്സാം ആകുമ്പോൾ ക്ലാസ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ നേരത്തെ ഇൻഫോം ചെയ്യുക, അന്നേരം എടുത്തുതരാം. സിഗ്മ 1 എന്ന് പറഞ്ഞാണോ ടോട്ടൽ സ്ട്രെസ്? എന്തോ സിഗ്മ 1 എടുക്കണാണോ ടോട്ടൽ സ്ട്രെസ്? സിഗ്മ 1 ഉള്ളത് എടുക്കുന്നതാണോ ടോട്ടൽ സ്ട്രെസ്? സിഗ്മ 1 അതായത് നോർമൽ സ്ട്രെസ് എടുക്കുന്നതാണ് ടോട്ടൽ സ്ട്രെസ്. നോർമൽ സ്ട്രെസ് സിഗ്മ 1ഉം സിഗ്മ 3യും വെച്ച് വരയ്ക്കുന്നതാണ് ടോട്ടൽ സ്ട്രെസ്. സിഗ്മ ബാർ വെച്ച് ചെയ്യുന്നത്, സിഗ്മ 1 ബാർ സിഗ്മ 3 ബാർ വെച്ച് ചെയ്യുന്നത് ഇഫക്റ്റീവ് സ്ട്രെസ്.
പഠിച്ചോ? തീർന്നില്ല. എടുക്കണില്ല. പഠിച്ചോ? സിയുടെ വാല്യൂ ആദ്യത്തെ കിട്ടിയോ? അത് കിട്ടി. 14 140 19 ആണോ? 19 കിട്ടിയില്ല, 18 കിട്ടിയുള്ളൂ. ആ, ചെറിയ വേരിയേഷൻ കാണും. രണ്ടാമത്തത് വരയ്ക്കാൻ തുടങ്ങിയുള്ളൂ. ആ, വേഗം കംപ്ലീറ്റ് ആക്കും. സിഗ്മ 1 അല്ല 1 ബാറും സിഗ്മ 3 ബാറും എടുക്കുമ്പോ 190
195 75 ആണല്ലോ. അപ്പൊ 195 തുടങ്ങി 75 അവസാനിക്കണ്ടേ? അങ്ങനെയല്ലേ വേണ്ടേ? തിരിച്ച്. സിഗ്മ 3 ബാറും സിഗ്മ മനസ്സിലായി. എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ.
ഹലോ, വരച്ചോ? മിസ്സേ ഈ ടാൻജന്റ് വരയ്ക്കുന്നതില് വേരിയേഷൻ വന്നാലേ ടാൻജന്റ്, കോമൺ ടാൻജന്റ് മൂന്നും കൂടെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് ഉണ്ടാവുള്ളൂ. വലിയ വേരിയേഷൻ വരില്ല അതുകൊണ്ട്. ആണോ? ഇപ്പൊ ആൻസർ തന്നേക്കുന്നോണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വരച്ച് നോക്ക്. കോമൺ ടാൻജന്റും നോക്കാൻ പറ്റണ ഒരു ജസ്റ്റ് ഒറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ. അതാണ് ഈ കോമൺ 50 ടാൻജന്റ് ഇപ്പൊ 50 എന്നൊക്കെ ഉള്ളതേ ഒരു അറിയാവുന്നോണ്ട് 60, 70 ഒക്കെ വന്നാലോ? അത്ര വേരിയേഷൻ എന്തായാലും വരില്ല. 10ന്റെ ഒന്നും വേരിയേഷൻ വരാൻ സാധ്യതയില്ല. 10 മാക്സിമം ആണ്. ആണോ? അത്ര വേരിയേഷൻ വരില്ല. നമ്മൾ വരയ്ക്കുമ്പോൾ അക്യുറേറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ വേരിയേഷൻ വന്നാലും അതിനനുസരിച്ച് വെയിറ്റേജ് കൊടുക്കും. ചെയ്തേക്കണ പ്രൊസീജിയറും എല്ലാം കറക്റ്റ് ആണ്. ഫൈനൽ ആൻസർ വേരിയേഷൻ ആണ്. അത് ആ ഗ്രാഫിൽ വരച്ചതിന്റെ ചെറിയ ഇതാന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് വെയിറ്റേജ് കൊടുക്കും. ലാസ്റ്റ് 2 മാർക്കോ 10 മാർക്കിന് ക്വസ്റ്റൻ ആണെങ്കിൽ 8 മാർക്കോ വരെയൊക്കെ കൊടുക്കും. ഓക്കെ മിസ്സേ. അപ്പൊ അങ്ങനെ ഓർത്ത് ടെൻഷൻ. പിന്നെ ഡിപ്പെൻഡീവ് ആണ് കേട്ടോ. ഈ കിട്ടുന്ന വാലുവേറ്റർ എങ്ങനെയാണോ ആളുടെ മനസാക്ഷി അനുസരിച്ചിരിക്കും. അങ്ങനെയൊക്കെയുള്ള എററിന് മാർക്ക് കൊടുക്കണത് ആ ഒരു ക്യാമ്പിൽ എങ്ങനെയാണോ ചീഫ് പറഞ്ഞേക്കണേ അതനുസരിച്ചിരിക്കും. നമ്മൾ ഈ കോമ്പസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒത്തിരി നാളായതുകൊണ്ട് ഇതെല്ലാം വളഞ്ഞൊക്കെ ഇത് ക്ലിയർ ആവണില്ല. അത് ഈ മൊഡ്യൂളിന് മാത്രമല്ല ഈ പ്രോബ്ലം. ഇത് ചോദിച്ചാൽ എളുപ്പമാണ് ചെയ്യാൻ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. കിട്ടിയെങ്കിൽ ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, പെട്ടെന്ന് നിർത്താം. ഷൈന മിസ്സിനെ വിളിച്ചിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ മിസ് കയറുന്നില്ല എന്നാണ് എന്നോട് ഈവനിങ് പറഞ്ഞത്. മിസ് എനിക്ക് മെസ്സേജ് ചെയ്യുകയോ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അതും കൂടെ തീർത്ത് ഞാൻ ഇതങ്ങ് വൈൻഡ് ചെയ്യാം. 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഒരു 2-3 പ്രാവശ്യം ശരിക്കും വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് തുടങ്ങാവുള്ളൂ. ആദ്യം തന്നെ വായിക്കുക, ഗിവൺ ഡേറ്റാസ് എന്താണെന്ന് എഴുതി വയ്ക്കുക. പിന്നെ അത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 2-3 പ്രാവശ്യം വായിച്ചിട്ട് ഗിവൺ ഡേറ്റാസും എന്താ കാണണ്ടേന്നും ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് വെച്ചിട്ട് ചിന്തിച്ചിട്ട് ചെയ്യുക. എടുത്ത് ചാടി ചെയ്യാൻ പോകരുത്. എന്തെങ്കിലും ചെറിയ ട്വിസ്റ്റുകൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ചിലപ്പം കുറെ സാധനങ്ങൾ ആവശ്യമില്ലാതെ വന്നേക്കണായിരിക്കാം. അത് ക്വസ്റ്റ്യൻ വായിച്ച് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇക്വേഷൻസ് കാണാതെ പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ഓക്കെ, ഇനി അത് താഴെ ലാസ്റ്റ് എഴുതി വെക്കണേ ആൻസർ ഷീറ്റിൽ. ഫ്രം ടോട്ടൽ സ്ട്രെസ് പ്ലോട്ട് സിയുടെ വാല്യൂ ഇത്രയാണ്. ടോട്ടൽ സ്ട്രെസ്സിന്റെ പ്ലോട്ടിൽ നിന്ന്, അത് ഗ്രാഫിൽ നിന്ന് സിയുടെ വാല്യൂ 5യുടെ വാല്യൂ ഇത്രയാണ്. ഇഫക്റ്റീവ് സ്ട്രെസ് വെച്ചപ്പോൾ ഉള്ള പ്ലോട്ടിൽ നിന്ന് സിയുടെ വാല്യൂ 5യുടെ വാല്യൂ ഇത്രയാണ്. അത് സിമ്പിൾ അവർ C', Y' എന്ന് മാറ്റി കൊടുത്തു എന്നേ ഉള്ളൂ. C5 ഇട്ടാലും വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് 4th വൺ. ഇത് കഴിഞ്ഞ തവണയാണോ അതിന് മുന്നത്തെ തവണയാണോ വാല്യൂ പോലും മാറാതെ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആശ്രയിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എക്സാമിനാണോ അതിന് മുമ്പത്തെ എക്സാമിനാണോ ഏതോ ഒരു എക്സാമിന് വാല്യൂ പോലും മാറാതെ ഈ ക്വസ്റ്റ്യൻ വെയിൻ ഷിയറിന്റെ ഒരു പ്രോബ്ലം ആണ്. ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടാണ് അറിയാൻ വിളിച്ചതാ. ഉണ്ട്. ഉണ്ട് പറഞ്ഞിട്ടുണ്ട് മേടിച്ചോണ്ട് വരണം അഡ്വാൻസ് ചെയ്ത്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ശരി ശരി.
മിസ് എടുക്കണില്ല എന്നാ പറഞ്ഞ മിസ്. ഞാൻ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇതും അടുത്ത പ്രോബ്ലം, 2 പ്രോബ്ലം കൂടെ ഉള്ളൂ. വേഗം ചെയ്താൽ 9:15 ആകുമ്പോഴേക്ക് നിർത്താം. എഴുതിയോ? എഴുതി. എഴുതി. ഓക്കെ. ഇതൊരു വെയിൻ ഷിയർ ആണ്. വെയിൻ ഷിയറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 7.5. അതിന്റെ ലെങ്ത്, വെയിനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 11 ലെങ്ത് ആണ്. ഈസ് യൂസ്ഡ് ടു മെഷർ ഷിയർ സ്ട്രെങ്ത് ഓഫ് എ സോഫ്റ്റ് ക്ലേ. എ ടോർക്ക് ഓഫ് 600 ന്യൂട്ടൺ മീറ്റർ വാസ് റിക്വയർഡ് ടു ഷിയർ ഓഫ് ദ സോയിൽ. കാൽക്കുലേറ്റ് ദ ഷിയർ സ്ട്രെങ്ത്. അതായത് ടോർക്ക് കൊടുത്തു 600 ന്യൂട്ടൺ മീറ്റർ. അത്രയും കൊടുത്തപ്പോഴാണ് എന്ത് ചെയ്തത്? സോയിലിനെ ഷിയർ ചെയ്ത് പോയത്. അങ്ങനെയാണെങ്കിൽ ആ സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുകയാണ്, ദ വെയിൻ വാസ് റൊട്ടേറ്റഡ് റാപ്പിഡ്ലി ടു കോസ് റീമൗൾഡിങ് ഓഫ് ദി സോയിൽ. അതായത് നമ്മൾ എന്ത് ചെയ്തു? അതിനെ കണ്ടിന്യൂസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ടോർക്ക് കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ ആ സോയിൽ എന്ത് ചെയ്തു? റീമൗൾഡിങ് സംഭവിച്ചു. അന്നേരം റീമൗൾഡഡ് സ്റ്റേറ്റിൽ അതിന് വേണ്ടി വന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ 200 ന്യൂട്ടൺ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സെൻസിറ്റിവിറ്റി ഓഫ് ദ സോയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. വെയിൻ ഷിയറിൽ നമ്മൾ ഷിയർ സ്ട്രെങ്ത് കാണാനായിട്ട് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ S=2 എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ. S=, ക്യാപിറ്റൽ ലെറ്റർ T ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു d²h/2 പ്ലസ് d³/6. ഇതാണ് ഇക്വേഷൻ. അതിൽ ഡയമീറ്റർ തന്നിട്ടുണ്ട് 7.5 സെൻറ്റിമീറ്റർ ആണെന്ന്, ലെങ്ത് തന്നിട്ടുണ്ട്, അതായത് ഹൈറ്റ് തന്നിട്ടുണ്ട് 11 സെൻറ്റിമീറ്റർ ആണെന്ന്, ടോർക്ക് തന്നിട്ടുണ്ട് 600 ന്യൂട്ടൺ മീറ്റർ ആണെന്ന്. ഓക്കെ. യൂണിറ്റ് ഒരേപോലെ ആക്കുക. മീൻസ് ഈ ലെങ്ത്തും ഡയമീറ്ററും യൂണിറ്റ് മീറ്ററിലേക്ക് ആക്കുക. ടോർക്കും മീറ്ററിലല്ലേ തന്നിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഷിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ആൻസറിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. 50.3 ആണ്. ആ പോയിന്റ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. 503 എന്ന് വായിക്കരുത്. ആൻസർ വരുന്നത് 50.3 ആണ്. ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 8 മാർക്കിനോ 10 മാർക്കിന് എന്തോ ചോദിച്ചൊരു ക്വസ്റ്റൻ ആയത് യൂണിവേഴ്സിറ്റി എക്സാമിന്. കഴിഞ്ഞ തവണയാണോ അതിന് മുന്നത്തെ തവണയാണോ?
കിട്ടിയോ ഷിയർ സ്ട്രെങ്ത്? ആദ്യത്തെ പാർട്ടാണ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ ആൻസർ ആണിത്. 50.3. യൂണിറ്റ് ഒരുപോലെ ഇടണം. ടോർക്ക് ഏത് യൂണിറ്റിലാണോ തന്നിരിക്കുന്നത് ആ യൂണിറ്റ് തന്ന ഡയമീറ്ററും ഹൈറ്റും ഇടുക. ഒരു സെക്കൻഡ് 10⁻³ അവിടെ ടോർക്കിനെ മാറ്റിയേക്കണേന്നുള്ളൂ. മീറ്ററിലേക്ക് ആക്കി കുഴപ്പമുണ്ടോ? മീറ്ററിലേക്കാ? പിന്നെ അതിൽ എളുപ്പം 0.075 0.11. നിങ്ങൾ ചെയ്ത ആൻസർ എത്രയാന്ന് നോക്കിയേ. 50.3 ആണ് ആൻസർ. ഒരു മിനിറ്റ്, ആ ഇക്വേഷനിൽ ഇടുമ്പോഴേ സെന്റിമീറ്ററിൽ ഇടണം എന്നായിരുന്നു എൻ്റെ ഓർമ്മ. മാറിപ്പോയോ ഞാൻ പറഞ്ഞത്? അല്ല, കറക്റ്റാ. ചെയ്തു നോക്ക്, കിട്ടും. ഒരു സെക്കൻഡേ. ഇക്വേഷനല്ലേ, ടോർക്ക് ന്യൂട്ടൺ മീറ്ററും ഡയമീറ്ററും ഹൈറ്റും സെന്റിമീറ്ററിലായിരുന്നു എൻ്റെ ഓർമ്മ. ഒരു സെക്കൻഡ്. ടോർക്ക് ന്യൂട്ടൺ സെന്റിമീറ്റർ, അപ്പം എല്ലാം സെന്റിമീറ്ററിലായിരുന്നു. കുഴപ്പമില്ല. കിട്ടിയ ആൻസർ ഒറ്റ യൂണിറ്റിലാക്കി ചെയ്യുക. ടോർക്കിൻ്റെ യൂണിറ്റിലാക്കി ചെയ്യുക, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിനെ മീൻസ് സെൻറ്റിമീറ്ററിലാക്കി ചെയ്യുക. ഇതിൽ ചെറിയ കറക്ഷൻ ഉണ്ട്. 50.3 ആണ് ആൻസർ. കിട്ടണല്ലേ? ഹലോ, 503 കിലോമീറ്റർ തന്നെ കിട്ടണം. 0.3 ആയിട്ടല്ല കിട്ടണം. 503 ആണോ ഇട്ടെ? 600 എത്ര ഇട്ടേ? 600 തന്നെ ഇട്ടെ. എന്നിട്ട് മറ്റേത് മാറ്റി കൊടുക്കണോ? അതെ, മീറ്റർ ആക്കിയല്ല. ഓക്കെ. 503 തന്നെയാണോ? ഒരു മിനിറ്റ്. അപ്പം ക്ലാസ് ചോദിച്ചപ്പോൾ 50 ആ പിള്ളേരെ ഇവിടെ തെറ്റിച്ചെന്നു. അല്ല, വേറെ ആരെങ്കിലും കിട്ടില്ല. നോക്കട്ടെ ഒരു മിനിറ്റ്. 503 ആണോ എല്ലാവർക്കും കിട്ടിയേ? ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ യൂണിറ്റ് തെറ്റാം. രണ്ടും ഇതിലല്ലേ ചെയ്തേക്കണേ, സെന്റിമീറ്ററിൽ താഴെ ഇട്ടേക്കണേ. ടോർക്കിന് സെന്റിമീറ്ററിലേക്ക് മാറ്റിയേക്കണ 10⁻³ വെച്ചിട്ടാ. മീറ്ററിനെ സെന്റിമീറ്ററിലാക്കണ എങ്ങനെയാ? -3 അല്ലല്ലോ. സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെറിയ എറർ ഉണ്ട് അതിനകത്ത്. ഹലോ, വേറെ ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ? ഒരേപോലെ യൂണിറ്റ് ആക്കിയിട്ട് ചെയ്യണേ. ടോർക്കിൻ്റെ ഇതിൻ്റെ ഒന്നെങ്കിൽ മീറ്ററിലാക്കാം, അല്ലെങ്കിൽ സെന്റിമീറ്ററിലാക്കാം. ചെയ്യണവരൊക്കെ പോയോ? ഹലോ, വേറെ ആരും ചെയ്യണല്ലേ? ആകെ ഒരാൾ ചെയ്യണല്ലോ. ബാക്കിയെല്ലാവരും പോയോ? ഇതാരാ? അമലാണോ? അമൽ ശിവനാണോ അമൽ ഫ്രാൻസിസ് ആണോ? ഓക്കെ. കിട്ടിയോ ആൻസർ? ഇതാണോ കിട്ടണേ? 503 തന്നെയാണോ കിട്ടണേ? ഷീറ്റിലുള്ളത് വെച്ചിട്ട് ഇത് രണ്ടും അല്ല കിട്ടിയത്.
രണ്ടും അല്ലേ? ആൻസർ ഇതാണ്. എനിക്ക് ആ പോയിന്റ് 50.3 503 അതാണ് എനിക്ക് അറിയണ്ടേ. ഇവിടെ ഈ 600 മാറ്റിയേക്കണം തെറ്റാണ്. 600 ന്യൂട്ടൺ മീറ്റർ അല്ലായിരുന്നോ? അതിന് സെന്റിമീറ്ററിലേക്ക് ആക്കിയാലും മതി. ഈ 600 ന്യൂട്ടൺ മീറ്ററിനെ സെന്റിമീറ്ററിലാക്കുമ്പോ എന്താ ചെയ്യാ? ഈ ഷീറ്റിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കുമ്പോഴേ വളരെ ചെറിയ ആൻസർ തന്നെ, വളരെ ചെറിയ ആൻസർ ആയിട്ടോ. അതിനകത്ത് ചെറിയൊരു കറക്ഷൻ ഉണ്ട്, അതാണ് എനിക്ക് സംശയം വന്നത്. 50.3 503 എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അതിൽ. ഇതിന്റെ സ്കീമിനകത്ത് എടുക്കുന്ന ആൻസർ 50.3. യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ആൻസർ കിട്ടി 167.67. അവിടെ 200 മീറ്ററിൽ ഇട്ടേ 7.5 ഇലവണ് മാറ്റിയില്ലേ? അതെല്ലാം പോയിന്റ് ആക്കി. 0.75 0.11 എന്നിട്ട് സ്ക്വയറും ക്യൂബും തന്നെയാണല്ലോ ഇട്ടേ. ഓക്കെ, ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിരിക്കും 503 ഇതും. ഇനി റീമൗണ്ടഡ് സ്റ്റേജിലെ സെൻസിറ്റിവിറ്റി കാണാം. റീമൗണ്ടഡ് സ്റ്റേജിലെ സെൻസിറ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ടോർക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതിനുശേഷം സെൻസിറ്റിവിറ്റി കാണുന്നത് എങ്ങനെയാണ്? അൺഡിസ്റ്റർബ്ഡിന്റെ ഷിയർ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ റീമൗണ്ടഡിന്റെ ഷിയർ സ്ട്രെങ്ത്. അപ്പൊ ആ കിട്ടിയ രണ്ട് വാല്യൂ ഡിവൈഡ് ചെയ്ത് വെക്കുക. തിരിച്ച് ഡിവൈഡ് ചെയ്തരുത്, അൺഡിസ്റ്റർബ്ഡ് ബൈ റീമൗണ്ടഡിന്റെ ഷിയർ സ്ട്രെങ്ത് അങ്ങനെ ചെയ്യാവുള്ളൂ. അതാണ് സെൻസിറ്റിവിറ്റി. ഇത് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്ന സെൻസിറ്റിവിറ്റി നമ്മൾ. പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ശരിക്കും നമ്മൾ ലാബിൽ ചെയ്യുന്നത് ശരിക്കും ഈ പോർഷനിലാണ്. 3 കിട്ടും, അത് എന്തായാലും കിട്ടും. 50.3 ആണെങ്കിലും 168 ആണെങ്കിലും കിട്ടും. നമുക്ക് ആൻസർ അത് തന്നെ വരും. ഓക്കെ, ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് തന്നെ ചോദിക്കട്ടെ ഇത്തവണ. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. കിട്ടാത്തവർ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, യൂണിറ്റ് കറക്റ്റ് ആയിട്ട് ഇടാം. ഓക്കെ, ഈ 600 ന്യൂട്ടൺ മീറ്ററിലാക്കണം. അപ്പോൾ മീറ്ററിലാണ് 600. അപ്പോൾ ഈ കൊടുക്കുന്ന ഡയമീറ്ററും ഹൈറ്റും ഒന്നെങ്കിൽ മീറ്ററിലാക്കിയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ടോർക്കിനെ സെന്റിമീറ്ററിലാക്കണം, ന്യൂട്ടൺ സെന്റിമീറ്ററിലേക്ക് ആക്കണം. ടോർക്ക് ന്യൂട്ടൺ മീറ്ററിലല്ലേ മിസ് തന്നേക്കുന്നേ? ആ, അങ്ങനെയാണെങ്കിൽ ഈ ഡയമീറ്ററും ഹൈറ്റും മീറ്ററിലാക്കി ചെയ്താൽ മതി. 600-നെ 0.075-ഉം 0.11-ഉം വെച്ച് ചെയ്താൽ പോരെ? 600-ഉം 0.075-ഉം 0.11-ഉം അത് വെച്ച് ചെയ്താൽ മതി. അപ്പൊ 503 കിട്ടണേ? അല്ല, വേറെ വാല്യൂ ആണ് കിട്ടണേ. കൂടി പോവുക. ഈശ്വര, അപ്പൊ അത് 500 വന്നേ സ്റ്റാർട്ടിങ്? അത് 500 അപ്പൊ നോക്ക്, കിലോ ന്യൂട്ടൺ ആക്കി ഇവിടെ എഴുതിയേക്കണേ. 503 കിലോ ന്യൂട്ടൺ. അങ്ങനെയാകുമ്പോ 503 കിലോ ന്യൂട്ടൺ കിട്ടണോ? അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയില്ലേ? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പൊ 503 കിട്ടും. കറക്റ്റ്. ഓക്കെ, കിട്ടും മിസ്സേ, 503 കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, 50 ആണോ 503 ആണോ എന്ന്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, ചെയ്യിക്കട്ടെ. സെൻസിറ്റിവിറ്റി കണ്ടത് മനസ്സിലായോ? റീമൗണ്ടഡ് സ്റ്റേജിൽ വരുമ്പം ടോർക്ക് അപ്ലൈ ചെയ്തതിലാണ് വ്യത്യാസം, ബാക്കി ഇക്വേഷൻ സെയിം തന്നെ. അപ്പോൾ റീമൗണ്ടഡിന്റെ ഷിയർ സ്ട്രെങ്ത്തും കണ്ടുപിടിക്കുക. അതിനുശേഷം സെൻസിറ്റിവിറ്റി കാണുന്ന ഇതാണ്, ഷിയർ സ്ട്രെങ്ത് ഓഫ് അൺഡിസ്റ്റർബ്ഡ് സോയിൽ ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെങ്ത് ഓഫ് റീമൗണ്ടഡ് സോയിൽ. ആ രണ്ടിന്റെ റേഷ്യോ. ഓക്കെ ആണോ? റീമോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ടോർക്ക് നോക്കൂലേ? ടോർക്ക് മാറ്റം എന്നുവെച്ചാൽ റീമൗണ്ടഡ് സ്റ്റേജിൽ ഇനീഷ്യലി ചെയ്ത അത്രയും ടോർക്കിന്റെ ആവശ്യം വരില്ല ചിലപ്പോൾ. സോയിൽ മൊത്തം എന്താ റീ ഇത് ചെയ്യോ ചെയ്യണം. ശരിക്കും അതിന്റെ സ്ട്രക്ചർ തന്നെ മാറും. റീമൗൾഡിങ് ഇത് ചെയ്യാനുള്ളതാണ്. എന്തോ ഈ ടെസ്റ്റ് ലാബിൽ ചെയ്യാനുള്ള? ഇല്ല, വെയിൻ ഷിയർ ചെയ്യാനുള്ള. ഇതിനകത്ത് നമ്മൾ ആകെ ചെയ്യണ ഡയറക്റ്റ് ഷിയറും ആദ്യത്തെ 3 ഉള്ളൂ. ഡയറക്റ്റും ട്രയാക്സിയലും അൺകൺഫൈൻഡും. ട്രയാക്സിയൽ ഇപ്പൊ കംപ്ലൈന്റ് ആയിട്ടായിരിക്കണം. അത് നേരത്തെ ചെയ്യിക്കുമായിരുന്നു, ഇപ്പൊ ചെയ്യിക്കാറില്ല. ബാക്കി 2 ചെയ്യും. പിന്നെ ഇപ്പോൾ ഒരുപാട് എക്സ്പെരിമെന്റ് DGT-യിൽ ഇപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് 5ാമത്തെ മൊഡ്യൂൾ പഠിച്ചതിൽ എല്ലാ എക്സ്പെരിമെന്റ്സും തന്നെ GT ലാബിൽ ചെയ്യാറുണ്ട്.
ഒരു 10-15 എക്സ്പീരിമെൻറ്റ്സ് എങ്ങാണ്ടുണ്ട്. നമ്മൾക്ക് 12 എണ്ണം മാൻഡേറ്ററി ആയിട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ 12 എണ്ണത്തിൽ നമ്മൾ ലിമിറ്റ് ചെയ്താണ് ചെയ്യണേ. കാരണം അല്ലെങ്കിൽ ഇത്രയും ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, കാൽക്കുലേഷൻസ് ഉണ്ട്, ടാബുലർ കോളം വരയ്ക്കണം. അപ്പം അത്രയും എല്ലാം കൂടെ എല്ലാവരും താങ്ങൂല. അതുകൊണ്ട് നമ്മൾ 12 എണ്ണം ഒരു സ്റ്റഡി അങ്ങനെയാണ് കൊടുക്കാറ്. പിള്ളേർ അതിൽ കൂടുതൽ പഠിച്ചെത്തില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്. ഞങ്ങൾക്ക് ഒരു 10 ആയാലും മതി. മിനിമം 12 എണ്ണം പറയുന്നുണ്ട്, അത് മാൻഡേറ്ററി ആണ്. മിക്കവാറും മിസ് നിങ്ങളുടെ ട്യൂട്ടർ ആയിരിക്കും എടുക്കണേ. GT മിസ്സാണ് ലാബ് എടുക്കാറ്. അടുത്ത സെമ്മിന് മിക്കവാറും മിസ്സായിരിക്കും. വർക്കിംഗ് പ്രൊഫഷണലാകുമ്പോൾ സൺഡേ വരൽ പാടാ ലാബ് എടുക്കാൻ. മിസ് ആയിരിക്കും മിക്കവാറും എടുക്കുന്നത്. ഇതും ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ്. ഈ 5 ക്വസ്റ്റ്യൻ പഠിക്കാതെ പോകരുത്. ഈ 5 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. പിന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഒരു ഇക്വേഷൻ S = C + σ tan phi വെച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വേഗം എഴുതാം. അതൊന്ന് സ്കാൻ ചെയ്ത് ഇപ്പൊ തന്നെ ഇടാമോ? കോളേജിലാ. അപ്പൊ ആരൊക്കെ ഉണ്ടാവുന്നത്? മിസ്സേ ഒരു കാര്യം ചോദിച്ചോട്ടെ? അതെ, ഞാൻ ഒട്ട് വായിക്കാത്തോണ്ടാണ് ഈ മേജറും മൈനറും സ്ട്രെസ്സസ് പറയാം. പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഇടും. വൈകരുതേ. മേജർ സ്ട്രെസ്, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഏതൊരു പ്ലെയിനിലാണോ ഷിയർ സ്ട്രെസ് 0 ആയിട്ടുള്ളത് ആ പ്ലെയിനിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയാം. ഏതൊരു പ്ലെയിനിലാണോ പറഞ്ഞപ്പോ തന്നെ അങ്ങനെ ഒരു ഡൗട്ട് വന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്ലെയിൻ ആണോ? അങ്ങനത്തെ ഒരു പ്ലെയിൻ ആണ്. ആ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അത് ഞാൻ ഒരുപാട് ഇൻഡെപ്തിലേക്ക് അതിനകത്ത് പോയി കഴിഞ്ഞാൽ MOS ഇതിന് ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. ഇത് പറയാനാണെങ്കിൽ ഒരു വലിയ കുറേ ഇക്വേഷൻ, ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത്ര അറിയാം. പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് 0 ആയിട്ടുള്ള പ്ലെയിനെയാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ. ആ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സിനെയാണ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയും. ആ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന മിനിമം സ്ട്രെസ്സിനെ നമ്മൾ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയും. ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂവിനെ, മേജറിനും മൈനറിനും ഇടയിലുള്ള സ്ട്രെസ് വാല്യൂവിനെ ഇന്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയും. മോർ സർക്കിള് അത്യാവശ്യം മോർ സർക്കിൾ എളുപ്പമാണ് ചെയ്യാൻ. ഈ MOSലെ മോർ സർക്കിൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറേ ഡെറിവേഷൻസ് ഉണ്ട്. ഒരു 3-4 കേസ് ഉണ്ട്. ആ 4 കേസിൽ ഡെറിവേഷനും ഉണ്ട്. അത് നമ്മൾ മോർ സർക്കിൾ വരച്ച് ഗ്രാഫിക്കലിയും സോൾവ് ചെയ്യാൻ പഠിക്കണം, ഇക്വേഷനിലും പഠിക്കണം. അത്രയും പോർഷൻ ഉണ്ട് അതിനകത്ത്. ഈ ലാബിൽ ചെയ്യുമ്പോൾ ഈ സ്ട്രെസ് ആണോ കിട്ടണേ? രാവിലെ ചെയ്യുമ്പോൾ ഈ സ്ട്രെസ്സാണ് കിട്ടണേ. നമ്മളത് മാറ്റിയെടുക്കുവാണ്. നമുക്ക് കിട്ടുന്ന ഡയൽ ഗേജ് റീഡിങ്ങും പ്രൂവിങ് റിംഗ് റീഡിലുമാണ്. അതിൽ നിന്ന് നമ്മൾ അതിനെ
കൺവേർട്ട് ചെയ്തെടുക്കുവാണ് നോർമലും ഷീറും ആയിട്ട്. അത് നിങ്ങൾ ആ ലാബിലേക്ക് വരുമ്പോൾ ആ പ്രൊസീജിയറൊക്കെ പഠിക്കും. ഇപ്പം നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കുക. എന്നാൽ ലാബും കൂടെ ഈ ഒരുമിച്ചുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് ഇത് പഠിപ്പിക്കാൻ. ഓക്കെ, പറയട്ടെ. എന്തോ ഇതെല്ലാം മറന്നു കഴിഞ്ഞിട്ടായിരിക്കും ലാബിൽ ചെല്ലണേ ഞങ്ങളെ. അതെ, അതൊരു പ്രശ്നം തന്നെയാണ്. അതെല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. ഇതെല്ലാം മറന്നിട്ടായിരിക്കും ചെല്ലണേ. അടുത്ത GT2 പഠിക്കണത് ഇതുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇക്വേഷൻസ് ഒന്നും മറക്കരുത്. അത് GT2 ആവശ്യമുണ്ട്. ഓക്കെ, അന്നേരം ഇതൊക്കെ എവിടെയാണ് കണ്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം പഠിപ്പിച്ചില്ല എന്ന് പറയരുത്, ആരാണ് പഠിപ്പിക്കണമെങ്കിലും. ഓക്കെ, ഇനി ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കണേ സ്ട്രെസ് ഓൺ എ ഫെയിലിയർ പ്ലെയിൻ ഇൻ എ ഡ്രെയിൻഡ് ടെസ്റ്റ് ഓൺ എ കൊഹഷൻലെസ് സോയിൽ. കൊഹഷൻലെസ് സോയിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളാം, ഡയറക്റ്റ് ഷിയറിലായിരിക്കണം ഇത് ചെയ്തേക്കണം മിക്കവാറും. അവിടുത്തെ ഫെയിലിയർ പ്ലെയിനിലെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഒരു പോയിന്റിലെ നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ആണ് തന്നിരിക്കുന്നത്. നമുക്കൊരു ഫെയിലിയർ പ്ലെയിൻ ഉണ്ടായി, ആ ഫെയിലിയർ പ്ലെയിനിലെ ഒരു പോയിന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും. അതായത് നമ്മളിങ്ങനെ ഗ്രാഫ് വരയ്ക്കുമല്ലോ, ആ ഗ്രാഫിൽ ഇങ്ങനെ ഒരു പ്ലെയിൻ കിട്ടി, ആ പ്ലെയിനിലെ ഒരു പോയിൻ്റാണ്, അതിൻ്റെ സിഗ്മയുടെ വാല്യൂം ടോയുടെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ഈ തന്നിരിക്കുന്ന നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും. അത് അങ്ങനെ മനസ്സിലാക്കുക, അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. നമുക്ക് നേരത്തെ എന്താണ് നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും തന്ന് നമ്മൾ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക ചെയ്തത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ഒരു വാല്യൂ തന്നു, നോർമൽ സ്ട്രെസ് ഷിയർ സ്ട്രെസ്. ഓക്കെ, അതെന്താണ് ഈ പോയിന്റിൻ്റെ ഈ ഒരു പോയിന്റിലെ നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ആണ്. ഇത് വേറൊരു രീതിയിൽ ചോദിക്കാം, ഫെയിലിയർ പ്ലെയിൻ ആണ്, ഒരു പോയിന്റ് ഉണ്ട് എ, ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് 100ഉം 40 ആണെന്ന് പറയാം. അങ്ങനെ കോർഡിനേറ്റ്സ് ആയിട്ട് തന്നാൽ അതിനർത്ഥം ഈ 100 എന്ന് പറയുന്നത് സിഗ്മയാണ്, ഈ 40 എന്ന് പറയുന്ന ടോയാണ്. അത് മനസ്സിലാക്കണം. ഇങ്ങനെ നോർമൽ സ്ട്രെസ് ഷിയർ സ്ട്രെസ് എന്ന് പറയാതെ സ്ട്രെസ് ഓൺ എ ഫെയിലിയർ പ്ലെയിൻ ഇൻ എ ഡ്രെയിൻഡ് ടെസ്റ്റ് ഇൻ എ കൊഹഷൻലെസ് അറ്റ് എ പോയിന്റ് എ ഈസ് ഗിവൺ ബൈ 140 കോർഡിനേറ്റ്സ് തരാം. അങ്ങനെ കോർഡിനേറ്റ്സ് ആയിട്ട് തന്നാൽ അതിനർത്ഥം എന്താണ്, ആദ്യത്തെ വാല്യൂ നോർമൽ സ്ട്രെസ്സും രണ്ടാമത്തെ വാല്യൂ ആ പോയിന്റിലെ ഷിയർ സ്ട്രെസ്സും ആണെന്നാണ്. ഓക്കെ, എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഡിറ്റർമൈൻ ദ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ആൻഡ് ദ ആംഗിൾ അറ്റ് വിച്ച് ഫെയിലിയർ പ്ലെയിൻ മേക്സ് വിത്ത് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ. ഫൈയുടെ വാല്യൂവും കാണണം, ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസും കാണണം. അതുകൂടാതെ ഈ ഫെയിലിയർ പ്ലെയിന് മേജർ പ്രിൻസിപ്പൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അത് കാണുന്നത് തീറ്റയാണ്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 45 പ്ലസ് 5/2 ആണ്. അപ്പോൾ 5 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 5/2 ചെയ്യുക പ്ലസ് 45 ചെയ്യുന്നതാണ് ഈ പ്ലെയിൻ മേക്സ് ആൻ ആംഗിൾ ഇൻക്ലിനേഷൻ. പിന്നെ മേജറും മൈനർ സ്ട്രെസ്സും, അതായത് സിഗ്മ 1ൻ്റെ വാല്യൂം സിഗ്മ 3യുടെ വാല്യൂം കാണാനാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? നമ്മളിപ്പോ ഗ്രാഫ് വരച്ചപ്പോ ഒരു ആംഗിൾ കിട്ടിയതെല്ലാം 5 അല്ലായിരുന്നോ? അത് 5 ആണ്. അത് ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ്, അത് ഇത് 5. ഇത് നമ്മളോട് ചോദിച്ചിരിക്കണേ, നമ്മളിങ്ങനെ മോർ സർക്കിൾ വരയ്ക്കും, എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തൊരു ഷിയർ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഒരു 2 തീറ്റ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണേ സാധാരണ മോർ സർക്കിളിൻ്റെ കൺസെപ്റ്റിൽ. അപ്പം ഇതിൽ ഈ തീറ്റ എന്ന് പറയുന്നത് ഫെയിലിയർ പ്ലെയിൻ, ഇങ്ങനെ ഒരു ഫെയിലിയർ പ്ലെയിൻ ഉണ്ടാവും, ആ ഫെയിലിയർ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്, ഇതാണ് തീറ്റ. അത് നമ്മൾ കണ്ടുപിടിക്കണം ഇങ്ങനെയാണ്, 45 പ്ലസ് 5/2. ഇങ്ങനെയാണ് മോർ സർക്കിള്. ഓക്കെ, ആ മോർ സർക്കിളിൻ്റെ ഒരു ഫെയിലിയർ പ്ലെയിൻ ഇതാന്ന് വെച്ചോ, ആ ഫെയിലിയർ പ്ലെയിൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, അത് കിട്ടുന്നത് ഇങ്ങനെയാണ് 45 പ്ലസ് 5/2. ഇതൊക്കെ മോർ സർക്കിളിൽ പഠിക്കണതാണ്, മീൻസ് MOS പഠിക്കണതാണ്. ഞാൻ ഒരുപാട് അതിനകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണില്ല. 5 തീറ്റ കാണാൻ പറഞ്ഞു, അതായത് ഫെയിലിയർ പ്ലെയിൻസ് ആംഗിൾ വിച്ച് ദ ഫെയിലിയർ പ്ലെയിൻ മേക്സ് വിത്ത് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ ചോദിച്ചാൽ അത് കാണാനുള്ള ഇക്വേഷൻ 45 പ്ലസ് 5/2 ആണ്. പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ ക്വസ്റ്റ്യൻ എന്താ ഉദ്ദേശിച്ചേക്കണേന്ന്? ആ കോർഡിനേറ്റ് ആണ്, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റിന്റെ 5 കാണേണ്ട പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് നമുക്ക് തന്നിരിക്കണം. ഇത്രയും നേരം നമുക്ക് എല്ലാ കോർഡിനേറ്റും തരുമായിരുന്നു, എന്നിട്ട് എന്ത് ചെയ്യണമായിരുന്നു,
ഫൈ കണ്ടുപിടിക്കണമായിരുന്നു. ഇവിടെ എന്താണ്? ഫൈ ഇല്ല. ഇനി ഇതെങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചാൽ ഇതിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ഉണ്ട്. അപ്പം നമ്മൾ ഗ്രാഫ് പേപ്പർ വേണമെന്നൊന്നുമില്ല കേട്ടോ. എക്സ് ആക്സിസിൽ നോർമൽ സ്ട്രെസ് വരയ്ക്കുക, വൈ ആക്സിസിൽ ഷിയർ സ്ട്രെസ്സും വരയ്ക്കുക. എന്നിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കെയിൽ കൊടുക്കുക. അതിൽ നിന്ന് ഈ സിഗ്മയുടെ വാല്യൂ 100, ടോയുടെ വാല്യൂ 40, അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. സപ്പോസ് എ എന്ന് കൊടുത്തു. ലൊക്കേറ്റ് ചെയ്യാമോ? നിങ്ങളുടെ സാധാ പേപ്പറിൽ ഗ്രാഫിൽ വരയ്ക്കണമെന്നില്ല, സാധാരണ ഒരു പേപ്പർ എടുക്കുക. നിങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പറിൽ തന്നെ സിഗ്മ എക്സ് ആക്സിസിൽ വരയ്ക്കുക, വൈ ആക്സിസിൽ ടോ വരയ്ക്കുക. എന്നിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള 10, 20, 30, 40 എന്ന് എടുത്താലും മതി. എന്നിട്ട് ഈ 100, 40 എന്ന് പറഞ്ഞ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. അതിന് എ എന്ന് കൊടുക്കുക. ലൊക്കേറ്റ് ചെയ്തിട്ട് പറയണേ. 100, 40 എന്ന് പറഞ്ഞ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. വരച്ചോ? പോയിന്റ് കണ്ടുപിടിച്ചോ? ഇത് 40 ആയിരിക്കണം, ഈ ഡിസ്റ്റൻസ് 100. അങ്ങനെ ഈ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം. കിട്ടിയോ? ഓക്കെ മിസ്സേ. ഓക്കെ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു പോയിന്റാണ് കിട്ടിയേ. ഓക്കെ, ആ പോയിന്റ് എന്ന് പറയണത് ഫെയിലിയർ പ്ലെയിനിൽ ഒരു പോയിന്റ് ആണെന്ന് മനസ്സിലായി. അതായത് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പം അവിടുത്തെ ഒരു പോയിന്റ് ആണെന്ന് അറിയാം. നമ്മുടെ കൺസെപ്റ്റ് മനസ്സിലായി. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കൊഹഷൻ ലെസ് സോയിലാണെന്ന്. കൊഹഷൻ ലെസ് സോയിലാണെങ്കിൽ നമുക്ക് 2 ഷിയർ പാരാമീറ്റേഴ്സ് ഉണ്ട്, സിയും ഫൈയും. അതിലൊരു വാല്യൂ 0 ആയിരിക്കും. ഏതാണ്? കൊഹഷൻ ലെസ് സോയിലാണ് എങ്കിൽ നമ്മുടെ ഷിയർ പാരാമീറ്റേഴ്സിലെ ഒരു വാല്യൂ 0 ആയിരിക്കും. ക്വസ്റ്റ്യനിൽ കൊഹഷൻ ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഈ ഷിയർ പാരാമീറ്റർ വാല്യൂവിൽ ഒരു വാല്യൂ 0 ആയിരിക്കും. ഏതായിരിക്കും? ഷിയറിംഗ് റെസിസ്റ്റൻസ് ആണോ 0, അതോ കൊഹഷൻ ആയിരിക്കോ 0? ഷിയറിംഗ് റെസിസ്റ്റൻസ് ആണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ഷിയറിംഗ് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. കൊഹഷൻ ലെസ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സിയുടെ വാല്യൂ 0 ആയിരിക്കും. ആ സോയിലിന് കൊഹഷൻ ഉണ്ടാവില്ല. സാൻഡിന് കൊഹഷൻ ഉണ്ടോ?
ഇല്ല. കൊഹഷൻ ലെസ് എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ എപ്പോഴും ഓർക്കുക സാൻഡാണ്. ആ സാൻഡിന് കൊഹഷൻ ഉണ്ടാവുമോ, അതായത് ആ അഡ്ഹിയർ ചെയ്യുന്നതിന് ആ ഫാക്ടർ ഉണ്ടാവുമോ? അഡ്ഹിയർ അല്ല, കൊഹസീവ് ഫോഴ്സ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ കൊഹഷൻ ലെസ് സോയിൽ ആണെങ്കിൽ സിയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് ഇല്ലേ, അത് എവിടം കൊണ്ട് ജോയിൻ ചെയ്യണം? ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. നമ്മൾ ഇത്രയും നേരം ചെയ്തതിൽ നമുക്കൊരു കൊഹഷൻ ഇന്റർസെപ്റ്റ് ഉണ്ടായിരുന്നു. ഈ കേസിൽ കൊഹഷൻ ഇന്റർസെപ്റ്റ് ഇല്ല. അതെങ്ങനെ മനസ്സിലായി? കൊഹഷൻ ലെസ് സോയിലാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യണം, എവിടെ നിന്ന് ജോയിൻ ചെയ്യണം? കൊഹഷൻ 0 ആണ്, അതായത് ഇന്റർസെപ്റ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഒറിജിനിൽ നിന്ന് ഈ എയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഇൻക്ലൈൻഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻ ഗ്രാഫിൽ തന്നെ ചെയ്യണോ? വേണമെന്നില്ല, നോർമൽ പേജിൽ ചെയ്താൽ മതി. ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫിൽ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് റിസൾട്ട് കിട്ടും. നോർമൽ പേപ്പറിൽ ചെയ്താലും മതി. മനസ്സിലായോ പറഞ്ഞത്? നമുക്കിങ്ങനെ ഫെയിലിയർ പ്ലെയിൻ വരയ്ക്കണ്ടേ? ഫെയിലിയർ പ്ലെയിൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏത് പോയിന്റിലൂടെയാണ് ആ ഫെയിലിയർ കടന്നു പോകണമെന്ന് അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കോഷൻ ലെസ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോഷൻ ലെസ് ഓയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സിയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ആ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ പോകും? ഒറിജിനിൽ കൂടെ പാസ് ചെയ്തായിരിക്കും പോകുന്നത്. ഇനി സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വാല്യൂ സി ഈസ് ഈക്വൽ ടു ഒരു 10 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് സ്കെയിലിനനുസരിച്ച് അത് ഇവിടെ വരയ്ക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വേണം സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യിക്കാൻ. ക്ലിയർ ആയോ? ഇപ്പോൾ സപ്പോസ് കോഹഷൻ സി ഈക്വൽ ടു 10 എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ഒരു ഇന്റർസെപ്റ്റ് ആണ് ഈ 10 എന്ന് പറയണേ. ആ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ ഈ എയിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യാൻ. ഇവിടെ കോഹഷൻ ലെസ് ആയതുകൊണ്ട് നമ്മൾ 0യിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഓക്കെ ആണോ? വരച്ചോ? ഹലോ, വരച്ചു മിസ്സേ. ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് കാണാനാണ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ പാർട്ട്. എന്നിട്ട് നമ്മളോട് ഫെയിലിയർ പ്ലെയിൻ മേക്ക് ചെയ്യുന്ന ആംഗിളും. ഈ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് നമുക്ക് ഇതിൽ നിന്ന് എവിടെ നിന്ന് കിട്ടും? ഈ ആംഗിളാണ് ഫൈ. ഒന്നെങ്കിൽ അത് പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹൈറ്റ് 40 ആണ്, ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 100 ആണ്. അങ്ങനെയാണെങ്കിൽ tan phi is equal to 40/100 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഫൈ കണ്ടുപിടിക്കാൻ പാടില്ലേ? ക്ലിയർ ആയോ? ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് കാണണം. അത് ഈ കാണുന്ന ആംഗിളാണ്. ഒറിജിനിൽ നിന്ന് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന, ഈ ഫെയിലിയർ പ്ലെയിൻ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. അതൊന്നെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്യാം, അല്ല എങ്കിൽ നമുക്ക് ഇവിടെ പോയിന്റ് കറക്റ്റായിട്ട് അറിയാം. ഈ പോയിന്റ് എ ഇരിക്കുന്ന ഇവിടെ നിന്ന് വെർട്ടിക്കൽ ഹൈറ്റ് 100 ആണ്, ഇവിടെ നിന്ന് 100 ഡിസ്റ്റൻസ് 100 സ്ട്രെസ് മാറിയാണ്. അപ്പോൾ tan phi എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 40/100 കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫൈയുടെ വാല്യൂ കിട്ടും. ഫൈ എത്രയാണെന്ന് പറ. tan ഇൻവേഴ്സ് 40/100. ഇത് 21 ഡിഗ്രി 48 മിനിറ്റ്. ഫൈ ഈക്വൽ ടു 21 ഡിഗ്രി 21.8 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഫൈയുടെ വാല്യൂ കിട്ടി. ദെയർഫോർ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ഫൈ ഈക്വൽ ടു ഇത്രയാണെന്ന് എടുത്തെഴുതി വയ്ക്കുക. ഓക്കെ, ഇനി ചെയ്യാൻ പോണത് എന്താണ്? What the angle which the failure planes makes with the major principal axis. Major principal plane. ആ സെൻറ്റൻസ് അതുപോലെ എഴുതാം. The angle which a failure plane makes with the major principal plane theta is equal to 45 plus 5/2 ആയിരിക്കും. 45 plus 5/2. ഫെയിലിയർ പ്ലെയിൻ മേജർ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ.
55 സംതിങ് വരും ഇല്ലേ? 55.9 വരും. 9 ഡിഗ്രി. ഓക്കെ. അത് 5 എന്ന് എഴുതിയേക്കണേ, തെറ്റാ. ആ അത് ഓക്കെ. 9. ഇനി നമ്മളോട് രണ്ടാമത്തെ പാർട്ട് ചോദിച്ചേക്കണത് എന്താണ്? മേജറും മൈനർ സ്ട്രെസ് കാണാൻ. ഏതാണ് മേജർ സ്ട്രെസ്? മേജർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ 1 ആണ്, മൈനർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ 3. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ മേജർ സ്ട്രെസ്സും മൈനർ സ്ട്രെസ്സും കണ്ടുപിടിക്കും? നമുക്ക് ഗ്രാഫ് കിട്ടി. ആ ഗ്രാഫിൽ നിന്ന് എങ്ങനെ മേജർ സ്ട്രെസ്സും മൈനർ സ്ട്രെസ്സും കണ്ടുപിടിക്കും? ഇപ്പം നമ്മൾ തിരിച്ചാ ചെയ്യുന്നതിന് എങ്ങനെ മേജർ സ്ട്രെസ്സും മൈനർ സ്ട്രെസ്സും കണ്ടുപിടിക്കും പറയാമോ? ഓക്കെ, പോയിന്റ് എ എടുക്കാം. ആദ്യം വേണ്ടത് നമുക്ക് മോർ സർക്കിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ എവിടെയാണോ അതിൻ്റെ സെൻറ്റർ സി എന്ന് നമ്മൾക്ക് ലൊക്കേറ്റ് ചെയ്യണം. മോർ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യണം ഈ പോയിന്റ് വെച്ചുകൊണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒ എ എന്ന് പറയുന്ന ഈ ലൈനിൽ പ്രൊട്രാക്ടർ വയ്ക്കുക. എന്നിട്ട് എയിൽ നിന്ന് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഒ എ എന്ന് പറയുന്ന ലൈനിൽ പ്രൊട്രാക്ടർ വയ്ക്കുക. എയിൽ നിന്ന് 90 ഡിഗ്രി ഈ എക്സ് ആക്സിസിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അത് കണ്ടുപിടിക്കുക. ആ പോയിന്റ് ആയിരിക്കും മോർ സർക്കിളിൻ്റെ സെൻറ്റർ. ക്ലിയർ ആയോ പറഞ്ഞത്? ഒ എ എന്ന് പറഞ്ഞ ലൈനിൽ പ്രൊട്രാക്ടർ വയ്ക്കുക. അതിൽ നിന്ന് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ആ 90 ഡിഗ്രി എക്സ് ആക്സിസിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ പോയിന്റാണ് മോർ സർക്കിളിൻ്റെ സെൻറ്റർ. അത് എങ്ങനെയാ വെക്കണമെന്ന് പിടിയിട്ടില്ല. കാരണം പ്രൊട്രാക്ടർ തിരിച്ചു വയ്ക്കുക. ഒ എ എന്ന് പറഞ്ഞ ലൈനിൽ താഴെ ജോയിൻ ചെയ്യുക. എയിൽ നിന്ന് 90 ഡിഗ്രി വരയ്ക്കുക. എയിന്ന് 90 ഡിഗ്രി താഴേക്ക് വരയ്ക്കുക. എയിന്ന് 90 ഡിഗ്രി എവിടെയാണോ ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. അത് എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ആയിട്ട് എടുക്കണം. എക്സ് ആക്സിസിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ പോയിന്റ് ആണ് അതിന്റെ സെന്റർ, മോർ സർക്കിളിന്റെ സെന്റർ. കിട്ടിയോ? സെൻറ്റർ സി എത്രയിൽ വരും എന്ന് പറയാമോ? ഒരു 115, 110, 120 ഇടയ്ക്കാണോ വന്നെ? എക്സ് ആക്സിസിൽ 110, 120 മാർക്ക് ചെയ്തേക്കണതിൻ്റെ ഇടയ്ക്കായിട്ടാണോ വരണേ സെൻറ്റർ? ആ ഓക്കെ. ഇനി നിങ്ങളുടെ കോമ്പസ് എടുക്കുക. ആ കോമ്പസ് എന്ത് ചെയ്യണം? സിയിൽ വയ്ക്കുക. പെൻസിലിൻ്റെ എൻ്റെ എ ഇതെന്താണ്? ആ മോർ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പം ആ റേഡിയസ് വെച്ചിട്ട് ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു മോർ സർക്കിൾ വരയ്ക്കുക. ഇങ്ങനെ കോമ്പസ് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് അതിൻ്റെ റേഡിയസ്. കോമ്പസിൻ്റെ മൊന ഇവിടെ വയ്ക്കുക. ഇത് ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു മോർ സർക്കിൾ ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ഒരു മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇത് അതിൻ്റെ റേഡിയസ് ആണ്, ആ സർക്കിളിന്റെ റേഡിയസ്. സെന്ററും എയും തമ്മിലുള്ള ലെങ്ത് വെച്ചിട്ട് ഒരു ആർക്ക്, ഒരു സെമി സർക്കിൾ വരയ്ക്കുക, അല്ലെങ്കിൽ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. വരച്ചോ?
73 160 കിട്ടി. ആ അതിൽ 73 എന്താണ്? ഇവിടെ ടച്ച് ചെയ്ത ഈ പോയിന്റ് അത് സിഗ്മ 3 ആയിരിക്കും. ഈ എൻഡിൽ ടച്ച് ചെയ്തത് എവിടെയാണോ അത് സിഗ്മ 1 ആയിരിക്കും. ക്ലിയർ ആയോ? അതാണ് മേജർ സ്ട്രെസ്സും മൈനർ സ്ട്രെസ്സും. മിസ് അതൊന്നും കൂടെ പറയോ? ഈ സർക്കിൾ വരച്ചോ? റേഡിയസ് സെന്റർ വെച്ചിട്ട് സി എ റേഡിയസ് ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുക. വരച്ചു. ആ സർക്കിള് ഈ എക്സ് ആക്സിസിൽ ഇങ്ങേറ്റത്തെ ഒരു പോയിന്റും അങ്ങേറ്റത്തെ ഒരു പോയിന്റിലും ടച്ച് ചെയ്തിട്ടില്ലേ? ആ ടച്ച് ചെയ്ത പോയിന്റിൽ ആദ്യം കിട്ടുന്ന ഈ വാല്യൂ ഓ തൊട്ട് ഈ സർക്കിൾ ടച്ച് ചെയ്ത് ഇവിടെ വരെയുള്ള വാല്യൂ അത് സിഗ്മ 3 ആയിരിക്കും. ഓ തൊട്ട് സിഗ്മ ഈ സർക്കിളിന്റെ ഇങ്ങേ ടച്ച് ചെയ്ത ഈ വാല്യൂ സിഗ്മ 1 ആയിരിക്കും. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, അതാണ് മേജർ സ്ട്രെസ്സും മൈനർ സ്ട്രെസ്സും. ഓക്കെ, ഇത് ഇങ്ങനെയും ചെയ്യാം. ഇനി അല്ലാതെ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. അതിൻ്റെ താഴെ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്തേക്കണ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. അത് പഠിക്കാൻ ഞാൻ പറയില്ല. അറ്റ്ലീസ്റ്റ് ഈ ഗ്രാഫ് വെച്ച് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക. ഗ്രാഫ് വെച്ച് ചെയ്താലും ഫുൾ ക്രെഡിറ്റ് തരും, ഇക്വേഷൻ വെച്ച് ചെയ്താലും ഫുൾ ക്രെഡിറ്റ് തരും. ഇതാണ് ഇക്വേഷൻ വെച്ച് ചെയ്തേക്കണ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ടാൻ 5 എന്നിട്ട് എങ്ങനെയാ? 5 വ്യത്യാസമൊന്നുമില്ല. അതാ നൊട്ടേഷൻ അവരെ മാറ്റി കൊടുത്തേ ഉള്ളൂ. 5 ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതല്ലാതെ വേറൊരു മെത്തേഡ് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്താം. അതിന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒ എ എന്ന് പറഞ്ഞ ലെങ്ത് കണ്ടുപിടിക്കും. അതായത് റിസൾട്ടൻ്റ് ആ 0 തൊട്ട് എ വരെയുള്ള ലെങ്ത് ഇല്ലേ അത് കണ്ടുപിടിക്കും. കോർഡിനേറ്റ്സ് അറിയാലോ, അത് വെച്ചിട്ട് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കും. എന്നിട്ട് എ സി എന്ന് പറഞ്ഞ ലെങ്ത്, അതായത് ആ റേഡിയസ്, അത് നമ്മൾ ഒ എ ടാൻ 5 ആ ലെങ്ത് വെച്ചിട്ട് കണ്ടുപിടിക്കും. ഒ സി എന്ന് പറയുന്നതായിരിക്കും സിഗ്മ, ഒ സി എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് ഒ ഡി ഒ ബി, അതായത് ഈ മുകളിൽ കാണിച്ചു തരാം. ആംഗിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ട്രയാങ്കിൾ സോൾവ് ചെയ്തിട്ട് ഈ ഒ ബിയുടെ ലെങ്ത്തും ഒ ഡിയുടെ ലെങ്ത്തും ഒ സിയുടെ ലെങ്ത്തും കണ്ടുപിടിക്കും. 5 അറിയാലോ, 5 കിട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ ഈ കോർഡിനേറ്റും അറിയാലോ. അങ്ങനെ സിമ്പിളായിട്ടും ഇത് സോൾവ് ചെയ്യാം. ജസ്റ്റ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി താഴെയുണ്ട് ക്വസ്റ്റ്യൻസ്. നമ്മൾ നേരത്തെ ചെയ്ത പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പോർ വാട്ടർ സെൽ പ്രഷർ അത് വെച്ചിട്ടുള്ള ഗ്രാഫ് വരച്ചിട്ടുള്ള വാല്യൂസ് ചെയ്ത് നോക്കുക. ഇതാണ് ലാസ്റ്റ് മൊഡ്യൂൾ. ഈ 5 ക്വസ്റ്റ്യൻ പഠിക്കാതെ പോകരുത് കേട്ടോ. ചോദിക്കുവാണെങ്കിൽ ഈ 5 ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും, ഈ പോർഷനിൽ നിന്ന് പ്രോബ്ലം ചോദിച്ചാൽ ചോദിക്കുള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പം താങ്ക് യു. ഞാൻ മറ്റേ ഫ്രിക്ഷൻ സർക്കിൾ